സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർക്കും പ്രാരംഭമായിട്ട് സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വിശേഷിച്ച് ഇന്ന് പകൽക്കാലം ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ കരങ്ങളിൽ വളരെ ശക്തമായ കാലഘട്ടങ്ങളിൽ പുതിയ ദർശനത്തോടും വെളിപ്പാടോടും ദൈവത്തിൻ്റെ ആത്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ, ഞാൻ ജ്യേഷ്ഠ സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഫാസ്റ്റർ രാജു പോക്കാലാവറുകൾ, അതോടൊപ്പം ഈ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി, ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ബഹുമാന്യദാസൻ പാസ്റ്റർ ജിബിൻ പോക്കാലാവറുകൾ, മറ്റ് ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ കൂടിയായ അബ്രഹാം പാസ്റ്റർ, മറ്റെല്ലാ കർത്തദാസന്മാർക്കും പ്രത്യേകമായിട്ടുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കർത്താവിൻ്റെ ദാസൻ പോൾസൺ ജോസഫ് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റെല്ലാ ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറയുവാനിടയായി, 4-ാം ദിവസം 4-ാം യാമം ഒക്കെ വലിയ വിടുതലിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിനങ്ങളാണെന്ന് പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ ഇതിനു മുൻപും പലതവണ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഇങ്ങനെ വിലയേറിയൊരു അവസരം കർത്താവ് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 16-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 12:16. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 16-ാം വാക്യം. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. എല്ലാ ദൈവമക്കളും കൂടി ചേർന്ന് ഈ വാക്യം ഒന്ന് പറയാമോ? പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു, അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. ദൈവമക്കളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ കൂടി ഈ വാക്യം ഒന്ന് പറയാമോ? പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു, അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. 3 പദങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഓപ്പൺ, സോ ആൻഡ് അമൈസ്ഡ്. അവനെ തുറന്നു, കണ്ടു, വിസ്മയിച്ചു. എല്ലാവരും കൂടി പറഞ്ഞാട്ടെ, തുറന്നു, കണ്ടു, വിസ്മയിച്ചു. അല്പം കൂടി ശബ്ദത്തിൽ പറഞ്ഞാൽ അനുഗ്രഹമായിരിക്കും. തുറന്നു, കണ്ടു, വിസ്മയിച്ചു. സ്തോത്രം. 4-ാം പകൽക്കാലം ഈ ദൈവവചനത്തെ ആധാരമാക്കി അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഇത് ദൈവവചനത്തിന് വലിയ വിടുതലാക്കി കർത്താവ് മാറ്റട്ടെ. അടഞ്ഞ ചില വാതിലുകളെ സ്വർഗ്ഗത്തിലെ ദൈവം തുറക്കട്ടെ. സ്തോത്രം. ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ കണ്ണുകൊണ്ട് കണ്ട് അത്ഭുതപ്പെടത്തക്ക നിലയിൽ, അമേസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ആശ്ചര്യപ്പെടത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദൈവജനത്തിനു മേൽ കർത്താവ് വെളിപ്പെടുത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് വളരെയധികം ശക്തിയുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായി തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം എപ്പോഴാണ് പ്രസംഗിച്ചത്? 2 വർഷങ്ങൾക്ക് മുൻപ് പൗലോസ് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം അവർ കേട്ടു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കേട്ട വചനത്തിൻ്റെ ശക്തി 2 വർഷം കഴിഞ്ഞിട്ടും ആ ശക്തിക്കൊരു കുറവ് സംഭവിച്ചില്ല. ആ കേട്ട വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ശക്തിയാണ്. ബൈബിളിൽ പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. സ്തോത്രം. സയൻസ് പറയുന്നത് പ്രകാശത്തിനാണ് ഏറ്റവും കൂടുതൽ വേഗതയെന്നാണ്. 1,86,000 മൈൽ പെർ സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നു. എന്നാൽ കർത്താവിനെ ആരാധിക്കുന്ന വിശുദ്ധന്മാരായ വിശുദ്ധമതികളായ ദൈവമക്കൾക്കറിയാം, പ്രകാശത്തേക്കാൾ വേഗത ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. നമ്മൾ സഭയിലിരുന്ന് ഇവിടെ ഇരുന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയിൽ അത്ഭുതം ചെയ്യാൻ ദൈവവചനത്തിന് കഴിയും.
ദുബായിൽ അത്ഭുതം ചെയ്യുവാൻ ദൈവവചനത്തിന് കഴിയും. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എവിടെയായിരിക്കുന്നുവോ അവിടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൻ്റെ ശക്തി ചില വ്യക്തികളിൽ, ചില കുടുംബങ്ങളിൽ, ചില രോഗികളുടെ മേൽ അത്ഭുതകരമായി വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് ആത്മശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ലാസർ പുറത്തു വന്നിട്ടല്ല ദൈവജനം ദൈവത്തെ സ്തുതിക്കേണ്ടത്. അടഞ്ഞിരിക്കുന്ന കല്ലറയുടെ മുൻപിൽ വന്ന പിതാവേ, ആമേൻ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രാരംഭത്തിങ്കിൽ തന്നെ സ്തോത്രം ചെയ്ത് തുടങ്ങിയാൽ, ആമേൻ, കല്ലറയ്ക്കകത്തിരിക്കുന്ന കെട്ടപ്പെട്ടിരിക്കുന്ന ചില ലാസറുമാരെ ഇന്ന് 4-ാം ദിവസം ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ആ കരങ്ങളെ തട്ടി ആത്മശക്തിയോടെ അഭിഷേകത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് തുടങ്ങാം. Oh, hallelujah. Thank you, Jesus. We praise you, God. Hallelujah. കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ നടകൊള്ളുന്നവന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ 4-ാം ദിവസം വലിയ അത്ഭുതത്തിൻ്റെ പകലാക്കി ദൈവം മാറ്റട്ടെ. ഈ 4-ാം ദിവസം വലിയ ദൈവപ്രവൃത്തിയുടെ പകലാക്കി ദൈവം മാറ്റട്ടെ. ഈ 4-ാം ദിവസം വലിയ സൗഖ്യത്തിൻ്റെ പകലാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റട്ടെ. പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന പകലാക്കി ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. Glory to God. Thank you, Jesus. We praise you, God. Hallelujah. Hallelujah. Glory to God. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. ആമേൻ. ഓപ്പൺ സോ ആൻഡ് അമേസ്ഡ്. ആമേൻ. തുറന്നു, കണ്ടു, വിസ്മയിച്ചു. ഒരിക്കൽ കൂടി ദൈവമക്കൾ എന്നോടുകൂടെ പറയാമോ? തുറന്നു, കണ്ടു, വിസ്മയിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയാം. പിശാച് അടച്ചതിനെ സ്വർഗത്തിന് നിമിഷ നേരം കൊണ്ട് തുറക്കുവാൻ കഴിയും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്നാൽ പ്രാർത്ഥിക്കുന്നവർ അടച്ച വാതിലിനെ പ്രാർത്ഥിക്കുന്നവർ തന്നെ തുറക്കണം. ദൈവത്തിന് സ്തോത്രം. ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയും. പക്ഷേ ലാസറിൻ്റെ ആ കല്ലറയുടെ വാതിക്കൽ വെച്ച ആ വലിയ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ കർത്താവിന് കഴിയും. പക്ഷേ കർത്താവ് അല്ലത് ചെയ്യുന്നത്. ആര് ഉരുട്ടി വെച്ചോ ആ കല്ല് അവർ തന്നെ ഉരുട്ടി മാറ്റണം. സ്തോത്രം. ലാസറിൻ്റെ കയ്യും കാലും ആരാണോ കെട്ടിയത് അവർ തന്നെ ആ കെട്ടഴിച്ച് മാറ്റണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. നമ്മൾ കെട്ടിയത് നമ്മൾ അഴിക്കണം. നമ്മൾ അടച്ചു വെച്ച വാതിൽ നമ്മൾ തന്നെ തുറക്കണം. എന്നാൽ പിശാച് അടച്ചതിനെ ഈ 4-ാം പകൽക്കാലം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, 4-ാം പകൽക്കാലം ചില വാതിലുകൾ തുറയപ്പെടുന്ന പകൽക്കാലമാണ്. ചില താമ്രവാതിലുകൾ, ഇരുമ്പ് വാതിലുകൾ, ചില ഓടാമ്പലുകളുടെ ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് ഈ 4-ാം പകൽക്കാലം പൊട്ടിച്ചു മാറ്റുന്ന പകൽക്കാലമാണ്. ആമേൻ. നുകങ്ങളെ തകർക്കുന്ന അഭിഷേകം ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ശക്തിയോടെ ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Hallelujah. We thank you, Jesus. Hallelujah. പ്രതീക്ഷയില്ലാതിരുന്ന ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് കരുതിയിരുന്ന പത്രോസിനെ വളരെ അത്ഭുതകരമായി പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് കൊണ്ടുവരികയാണ്. ഒരിക്കൽ യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ആമ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കുകയുള്ളൂ. പ്രതീക്ഷയുണ്ടായിരുന്ന എൻ്റെ മകൻ ജോസഫ് ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. സ്തോത്രം. ആമ ഒരു പ്രതീക്ഷ അവനിൽ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. സ്വപ്നം കണ്ടവനാണ്, ദർശനമുള്ളവനാണ്, കൃപാവരമുള്ളവനാണ്. ഇന്ന് 4-ാം പകൽക്കാലം കൃപാവരമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയുള്ളവരുടെ സ്തോത്രം കണ്ടാൽ അറിയാം. സ്തോത്രം. ദൈവകൃപയുള്ളവർ കരങ്ങൾ അടിച്ചാൽ അത് കണ്ടാൽ അറിയാം. അവരുടെ അധരം തുറന്ന ആത്മാവിലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ അറിയാം. സ്തോത്രം. ഞാൻ ശബ്ദത്തിൻ്റെ കാഠിന്യമോ വോക്കൽ ക്ലാരിറ്റിയെക്കുറിച്ചൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഒരുപക്ഷെ പരിവരുത്ത ശബ്ദമാണെങ്കിലും അതിനകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഒരു ചൈതന്യമുണ്ട്. സ്തോത്രം. തിരുവല്ല സഭയിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ശബ്ദം കുറവാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് പറയുന്ന അഭിഷേകമുള്ള സ്തോത്രത്തിന് അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ കഴിയും. സ്തോത്രം.
പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അത് മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അഭിഷേകത്തോടെ ആത്മനിറവോടെ ആമേ കർത്താവിനെ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉടബലഭ ശംബര അറികൾ ഖമന ഘടക സംധരാധര ചില കെട്ടുകളെ ബന്ധനങ്ങൾ, ചില പോരാട്ടങ്ങൾ, ചില പൈശാചിക സ്വാധീനങ്ങൾ ആമേ ജനത്തെ ബന്ധിച്ച ഇരുളിൻ്റെ ശക്തികളുടെ കെട്ടുകളെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Oh, hallelujah. We thank you, Jesus. We praise you, God. We praise you, God. Hallelujah, hallelujah, hallelujah. അന്യഭാഷകൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുക. അന്യഭാഷകൾ പറഞ്ഞു തന്നെ ഒന്ന് ആത്മാവി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം വളരെ ശക്തമായ ഒരു ദൈവിക ഇടപെടൽ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ ഒരു സ്പർശനം വരെ ജനത്തിനുമേലേക്ക് ആമേൻ ഈ പകൽക്കാലം എന്നെ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. Glory to God, glory to God, glory to God. ചിലതിനെ ബ്രേക്ക് ചെയ്യുക ആമേ, ചില പൈശാചിക മേഖലകളെ ദൈവം ഉടയ്ക്കുകയാ, ചില ഇരുളിൻ്റെ അഭികാരങ്ങളെ ദൈവം തകർക്കുകയാ, ചില പൈശാചിക രോഗബന്ധനങ്ങളെ കർത്താവ് ഈ പ്രാരംഭത്തിൽ തന്നെ ശാസിച്ചു മാറ്റുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God, glory to God, glory to God, glory to God. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ആമേ വാഗ്ദത്തമുണ്ടായിരുന്ന യോസഫിനെ ആമേ സ്തോത്രത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നീണ്ട 13 വർഷം കഴിഞ്ഞപ്പോൾ ആമേ യാക്കോബ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യോസഫിന് എന്തു വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ, വീണ്ടും ചൈതന്യം വന്നു. ദൈവത്തിന് സ്തോത്രം. ആ രഥങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത്, ഇനി മടങ്ങി വരത്തില്ലെന്ന് കരുതിയ സ്ഥാനത്ത്, ഇനി ഒരു ഉത്തരം ലഭിക്കത്തില്ലെന്ന് കരുതിയ സ്ഥാനത്ത് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയും. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയുടെ വിഷയമായിരിക്കാം, നിങ്ങളുടെ ജോലി സംബന്ധമായ വിഷയമായിരിക്കാം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം. ആമേ വാഗ്ദത്തമുള്ളവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രമാൾ പിശാച് പിടിച്ചു വെച്ചാലും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ആ വാഗ്ദത്തത്തെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. Glory to God. Thank you, Jesus. We praise you, God. Hallelujah. Hallelujah. യോസഫ് അയച്ച രഥങ്ങളെ കണ്ട് യാക്കോബിന് ചൈതന്യം വരുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ചിലത് കാണാൻ വേണ്ടി പോവുകയാണ്, ചിലത് കർത്താവ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചിലർ ആശ്ചര്യം കൂറുമാർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം എഴുതിയത് നമുക്കറിയാം വൈദ്യനായ ഭിഷഗ്വരനായ ലൂക്കോസാണ്. പൗലോസിൻ്റെ സന്തത സഹചാരിയായിരുന്ന സുവിശേഷ ഘോഷണത്തിൽ അധ്വാനിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടറായിരുന്നു ലൂക്കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ 40 എഴുത്തുകാരെഴുതി. അവൽ 39 പേരും യഹൂദന്മാരായിരുന്നു. എന്നാൽ ഒരുവൻ മാത്രം വിജാതീയനായ ലൂക്കോസിനെ കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതിക്കുവാനായിട്ടിടയായി തീർന്നു. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽപ്പെട്ടൊരു കാര്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്തമായ ചിലരെ വ്യത്യസ്തമായ തലങ്ങളിൽ നിർത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആമേ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചരിത്ര പുസ്തകമാണ് ദൈവത്തിന് സ്തോത്രം ലൂക്കോസിൻ്റെ സുവിശേഷം. അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം, ആദിമ സഭയുടെ ചരിത്ര പുസ്തകം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതി അനുഗ്രഹിക്കപ്പെട്ടതായൊരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിക്കാമോ? 1-ാം വാക്യം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമായൊരു വാക്യമാണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട വചനമായതുകൊണ്ടാണ് ഞാൻ ആ കാലത്ത് സ്തോത്രം ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. അപ്പോൾ സഭയിൽ എല്ലാവർക്കും പ്രതികൂലമില്ല, സഭയിൽ എല്ലാവർക്കും പ്രതിസന്ധിയില്ല. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് എന്ത് ചെയ്തു? കരം നീട്ടി. ആരെയാണ്? ബാക്കി താഴത്തോട്ട് വായിച്ചേ, ഒന്ന് വായിക്കാമോ? താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ
അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടു. അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായി. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി കത്തിപ്പടരേണ്ട സമരശക്തിയായി നിലകൊള്ളേണ്ട ശക്തന്മാരായ തൂണുകളായ അപ്പോസ്തലന്മാരെ പൈശാചിക മണ്ഡലങ്ങൾ ദൃഷ്ടിവെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മ തൂണുകളിൽ ഒരാളായി യാക്കോബിനെ എന്ത് ചെയ്തു? വാളുകൊണ്ട് എന്ത് ചെയ്തു? കൊന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് അത് യഹൂദന്മാർക്ക് എന്തായി? പ്രസാദമായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവമക്കളുടെ കുടുംബത്തിൽ, പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിൽ, ആരാധിക്കുന്നവരുടെ കുടുംബത്തിൽ വരുന്ന ചില പ്രതികൂലങ്ങൾ ചിലർക്ക് പ്രസാദമാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അല്ല, ചിലർക്ക് പ്രസാദമാണ്. നല്ലവണ്ണം വിശ്വസ്തയോടെ നിന്ന് ദൈവത്തെ സേവിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കുടുംബങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ സംഭവിച്ചാൽ കൈകൊട്ടി രഹസ്യത്തിൽ സന്തോഷിക്കുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഹെരോദാവ് നോക്കിയപ്പോൾ യഹൂദന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷം. ഒരപ്പോസ്തലൻ മരിച്ചപ്പോൾ സന്തോഷിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരുവൻ മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഇരുളിൻ്റെ ശക്തികൾ. സ്തോത്രം. ഞാൻ ഈ മരണം എന്ന് പറഞ്ഞത് ഇത് ആക്ഷരിക മരണമാണെങ്കിൽ ഇത് ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ആത്മനിയോഗത്തോടെ ഈ ദൂതൊന്ന് ഡൈവേർട്ട് ചെയ്ത് ഞാൻ പറയട്ടെ. സഭയിൽ വന്ന് നല്ല ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്ന അച്ചായൻ ആൻറ്റി, നല്ലവണ്ണം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ സഹോദരനും സഹോദരിയും ഇപ്പോൾ സഭയിൽ വരുന്നുണ്ട്. പക്ഷേ പഴയ പോലെ ആ നിയോഗത്തോടെ ആ ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ മരിച്ച അനുഭവത്തിലിരിക്കുകയാണെങ്കിൽ ഇരുളിൻ്റെ ശക്തികൾ കൈയടിച്ച് സന്തോഷിക്കുവാനിടയായിത്തീരും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നിയോഗമുള്ള ആത്മശക്തിയുള്ള ദൈവമക്കൾ ആത്മനിയോഗത്തോടെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഇരുളിൻ്റെ ശക്തികൾ, അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ വിറകൊള്ളുവാനായിട്ടിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഉപവാസ പ്രാർത്ഥന വെച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നമ്മൾ ഉണർത്തപ്പെടാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ വീണ്ടും നിറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ അഭിഷേകത്തോടെ കർത്താവിന് നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ദൈവത്തിന് സ്തോത്രം. ആ കാലത്തിൻ്റെ പ്രത്യേകത പീഡനത്തിൻ്റെ കാലഘട്ടമാണ്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. ദൈവസഭ എപ്പോഴാണ് വളരുന്നത്? ദൈവസഭ എപ്പോഴാണ് ആത്മീയ അഭിവൃദ്ധിയിലേക്ക് നീങ്ങുന്നതെന്ന് ചോദിച്ചാൽ എവിടെ പീഡനം ഉണ്ടായിട്ടുണ്ടോ അവിടെ റിവൈവൽ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നല്ലവണ്ണം ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് പോയാൽ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും ശരിക്കും ഹൃദയമൊക്കെ നുറുങ്ങി വേദനയോടെ ഒന്ന് കരഞ്ഞ് ദൈവവുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം. നമ്മുടെ മനസ്സ് തകർക്കത്തക്ക ചില വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വീര്യം വർദ്ധിച്ചു വരുന്നത്. സ്തോത്രം. ദൈവമക്കളോട് ദൂത് പറയുമ്പോൾ ആത്മാവിൽ സ്തോത്രം പറയണം. നിരന്തരമായ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിൻ്റെ തീ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ 4-ാം ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഒരു വിഷയം വന്നിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വിഷയമില്ലാതിരിക്കുമ്പോൾ തന്നെ കർത്താവേ, എൻ്റെ മേൽ ആത്മാവിൻ്റെ ഒരു തീയെ പകരണമേ എന്ന് ഇന്ന് പകൽക്കാലം ദൈവജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ഞാൻ വിശ്വസിക്കുന്നു വലിയൊരാത്മപകർച്ച നമ്മുടെ മേലേക്ക് അയക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കണം. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ മേൽ ഞാൻ ആത്മാവിനെ പകരാൻ വേണ്ടി പോകുകയാണ്. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം രോഗശാന്തി അല്ല, കടഭാരം മാറുന്നതല്ല, വീസ ലഭിക്കുന്നതല്ല, മറ്റൊന്നുമല്ല. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം, കർത്താവേ, എൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരണമേ.
എൻ്റെ മേൽ അങ്ങയുടെ കൃപാവരങ്ങളെ പകരണമേ. സ്തോത്രം. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. 2-ാം അധ്യായത്തിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ടായി. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ എന്ത് ചെയ്തു? നിറച്ചു. എല്ലാവരും കൂടി പറഞ്ഞ്, അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവർക്ക് ഉച്ചരിക്കാൻ ലഭിച്ചതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. 15 ഡയാലക്ട്സ്, അന്നത്തെ ഭാഷകൾ, 15 ഭാഷകൾ അപ്പോസ്തലന്മാരുടെ നാവിൽ നിന്ന് പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ആ ഹോളിൽ കൂടിയിരുന്ന 1-2 പേരെ ആത്മാവ് നിറച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഇരുന്നിരുന്ന റൂമിൽ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച വന്നപ്പോൾ അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ആത്മാവ് ഹോളിലേക്ക് ഇറങ്ങി വന്നാൽ 1, 2, 3 പേരെ മാത്രമല്ല ആത്മാവ് സ്പർശിക്കുന്നത്, എല്ലാവരുടെ മേലും ആത്മാവിൻ്റെ ശക്തി കടന്നു വരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരാളെ തൊട്ടിട്ട് പോകാനല്ല ആത്മാവ് വരുന്നത്. ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഈ ഹോള് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അന്യഭാഷ അടയാളത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഇന്ന് പകൽക്കാലം മടങ്ങി പോകുവാനിടയായിത്തീരും. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ മുടന്തനായൊരു മനുഷ്യൻ്റെ സൗഖ്യമാണ്. അമ്മയുടെ ഗർഭം മുതൽ അദ്ദേഹം മുടമ്പനായിരിക്കുകയാണ്. ഇരിക്കുന്നത് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന, സുന്ദരമെന്ന് പറയുന്ന ദേവാലയത്തിൻ്റെ ആ ആർച്ചിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്, ആ ഗേറ്റിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മനോഹരമായൊരു ഗേറ്റ്. അവിടെ ആരെയും പിശക്കാരെ ഇരുത്താറില്ല. ഇരിക്കണമെങ്കിൽ പുരോഹിതൻ്റെ പ്രത്യേകമായ അനുമതി വേണം. അപ്പോൾ പാസ് മേടിച്ചുകൊണ്ട് ഭിക്ഷയായിരിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. വരുന്നവരുടെ നേരെ എല്ലാം കൈ നീട്ടും. അവരൊക്കെ എന്തെങ്കിലും നാണയത്തുട്ടുകൾ ഇട്ട് കൊടുക്കും. എന്നാൽ പത്രോസ് യോഹന്നാനും കൂടി അതിലേക്ക് കൂടി വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി കരം നീട്ടി. അവരെന്താ പറഞ്ഞത്? വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ബാക്കി നിങ്ങൾ പറഞ്ഞേ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ മുടന്തനായ മനുഷ്യൻ എന്ത് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ പറയണം. സ്തോത്രം. നടന്നും തുള്ളിയും. ശബ്ദത്തിലൊന്ന് പറഞ്ഞ്, നടന്നും. പത്രോസ് യോഹന്നാനും തുള്ളിയെന്ന് അവിടെ എഴുതിയിട്ടില്ല. ആരാ തുള്ളിയത്? അമ്മയുടെ ഉദരം മുതൽ കാലിന് ചലനശേഷിയില്ലാത്തവൻ, കരങ്ങൾ ചലിപ്പിക്കുവാൻ കഴിയാത്തവൻ, ദൈവശക്തി അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൂത് ഇപ്രകാരമാണ്. സ്തോത്രം. വിടുതൽ പ്രാപിച്ചവനോട് സ്തുതിക്കാൻ പറയണ്ട. സൗഖ്യം പ്രാപിച്ചവനോട് ആരാധിക്കാൻ പറയണ്ട. കർത്താവിൻ്റെ ഒരു വിടുതലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൗനമായിരിക്കത്തില്ല. അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തവനായി, തള്ളപ്പെട്ടവനായി, പുറംപുറമ്പിൽ കിടന്ന് അപ്പനും അമ്മയാലും പോലും ഉപേക്ഷിക്കപ്പെട്ട ദാവീദിനെ ശമൂവേൽ കണ്ടെത്തി അഭിഷേകം ചെയ്ത് രാജകൊട്ടാരത്തിൽ എത്തിച്ചിട്ടും പഴയ അനുഭവങ്ങളെ മറക്കാതെ പെട്ടകത്തിന് മുമ്പിൽ പഞ്ഞി സ്തോത്ര നൂലങ്കി ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാൻ കാരണമെന്താണെന്നറിയാമോ? ദൈവം ചെയ്ത നന്മകൾ താൻ മറന്നു കളഞ്ഞില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയ വഴികളെ, ദൈവം നമ്മളെ കൊണ്ടുവന്ന വിധങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. ഓർത്ത് 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 കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, ക്യാൻസർ രോഗത്താൽ ബാധിക്കപ്പെട്ട് ക്ഷീണിതരായി കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കരങ്ങൾ ചലിപ്പിക്കുവാൻ കഴിയാത്തവരുണ്ട്, കാലുകൾ വേണ്ട വിധം ചലിപ്പിക്കുവാൻ കഴിയാത്തവരുണ്ട്, ഡയാലിസിസിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. തലയിലെ ഞരമ്പ് ചുരുങ്ങി അത്തരത്തിൽ സ്ട്രോക്കും മറ്റ് അസുഖവും വന്ന് സ്തോത്രം പറഞ്ഞാൽ വാക്കുകൾ വ്യക്തമായി പറയുവാൻ കഴിയാത്തവരുണ്ട്.
ഇന്നിവിടെ വന്ന് ആരോഗ്യത്തോടെ കസേരയിരുന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. അറിഞ്ഞോ അറിയാതെയോ ഏതൊക്കെയോ ദൈവിക വിടുതലുകൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. ഏതൊക്കെയോ അത്ഭുതങ്ങൾ റമന ഹസ്തരാദിയാല ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു. വി പ്രൈസ് ഗോഡ്, വി പ്രൈസ് ഗോഡ്. അഥരമന ഹസ്തരാദിയാല അർഘമന ഘടക ജനതികൾ പ്രവനക ശസിയാല. ഓ ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ചവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടവൻ ആലയത്തിലേക്ക് കടന്നു. 4-ാം അധ്യായത്തിൽ പീഡനം ആരംഭിക്കുകയാണ്. സ്തോത്രം. 5-ാം അധ്യായത്തിൽ ദൈവ ഭയത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പുറത്തെ തടവിൽ ദൈവത്തിന് സ്തോത്രം അപ്പോസ്തലന്മാരെ ആക്കുന്നു. രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ പഠിച്ചാൽ അത് അത്ഭുതങ്ങളുടെ ഒരു പുസ്തകമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പുസ്തകമാണ്. ദൂതന്മാർ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ വിശ്വസിക്കുന്നത് IPC തിരുവല്ല പ്രയർ സെൻറ്റർ സഭയിൽ ഒരു അപ്പോസ്തല പ്രവൃത്തി വെളിപ്പെടട്ടെ. സ്തോത്രം. ആമേൻ. ആത്മാവിൻ്റെ നിരന്തര സഹവാസം ഇവിടെ ഇറങ്ങി വരട്ടെ. ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഇവിടെ ഇറങ്ങട്ടെ. ഈ അന്ത്യകാലഘട്ടത്തിൽ അനേകർ ഇവിടെ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കത്തക്ക നിലവാരത്തിൽ ഇതുവരെ കാണാത്ത ചില ദൈവ പ്രവർത്തികൾക്ക് ഈ ദൈവസഭ മുഖാന്തരമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രക്തം ചെയ്യും, രക്തം ചെയ്യും. തുടങ്ങുന്നത് തന്നെ അക്കാലത്ത് ആമേൻ ഹല്ലേലൂയ ഹെരോദ രാജാവ് എന്ത് ചെയ്തെന്ന് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് എന്ത് ചെയ്തു? കരം നീട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ തടവിലാക്കി. പെസഹ കഴിഞ്ഞ് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചിരിക്കുന്ന സമയം. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. ഈ 12 ആരംഭിക്കുന്നത് സ്തോത്രം വേദനകൾ പങ്കുവെച്ചുകൊണ്ടാണ്, കഷ്ടതകൾ പറഞ്ഞുകൊണ്ടാണ്, ദുരന്തങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അവസാനിക്കുന്നത് അങ്ങനെയല്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ആരംഭിച്ചത് കഷ്ടതയുടെയും കയ്പിൻ്റെയും നടുവിലാണെങ്കിൽ അത് അവസാനിക്കുന്നത് ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൻ്റെ നിയോഗമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ അവസാനം വ്യത്യസ്തമായിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ആദിയിങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. അല്ലേ? അറിയാവുന്ന ദൈവമക്കൾ ആ 2 വരികളൊന്ന് ചേർന്ന് പാടാമോ? ദൈവത്തിന് സ്തോത്രം. ആദിയിങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആവിയിങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ പരമരുളീശ. ഓ പരപരമേശ പരമരുളീശ, നീയത്രേ എൻ്റെ ശാസ്ത്ര. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ പരമരുളീശ, നീയത്രേ എൻ്റെ ശാസ്ത്ര. ഒന്നുകൂടെ. ആദിയിങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ പരമരുളീശ, നീയത്രേ എൻ്റെ ശാസ്ത്ര. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യോബ് പറയുകയാണ്, യോബിൻ്റെ പുസ്തകത്തിലൊരു സ്നേഹിതൻ പറയുകയാണ്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ അവൻ യഥാസ്ഥാനപ്പെടുത്തും. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി. കരമുയർത്തി പറഞ്ഞ്
വിശ്വാസത്തോടെ പറഞ്ഞേ, അതിമഹത്തായിരിക്കും. വിശ്വാസത്തോടെ പറ, അതിമഹത്തായിരിക്കും. പൂർവസ്ഥിതി കഷ്ടതയാണ്, പൂർവസ്ഥിതി രോഗങ്ങളാണ്, പൂർവസ്ഥിതി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ആരോടോ ദൈവാത്മാവ് ഇടപെടുകയാണ്. ആ പൂർവസ്ഥിതിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയാം, ചില കുടുംബങ്ങളുടെ പൂർവസ്ഥിതികൾ, ചില കുടുംബങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങൾ, രാമന ശകന റബചന ധികൽ പ്രവന ഘടക ശംഭരാഭന, ചിലരുടെ പൂർവസ്ഥിതികൾ മാറുന്ന ഉപവാസ പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. താങ്ക് യു ജീസസ്, വി പ്രൈസ് യു ഗോഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് സ്തോത്രം. പത്രോസിന് ലഭിച്ചതായ ചില ആനുകൂല്യങ്ങൾ വേഗത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പെസഹായുടെ ആനുകൂല്യമാണ് തനിക്ക് ലഭിച്ചത്. കാരണം തന്നെ നിർത്തുവാൻ ആഗ്രഹിച്ചത് പെസഹ കഴിഞ്ഞുള്ള ദിവസമാണ് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ആഗ്രഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഈ കാരാഗ്രഹത്തിൽ പത്രോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എഴുതിയിരിക്കുന്നത്? എന്ത് ചെയ്യുമായിരുന്നു? സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. അപ്പം ഉറങ്ങാനായിട്ടുള്ള ഒരു കാരണമാണ് പത്രോസ് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്നെ നിർത്തുവാൻ ഹെരോദാവ് പദ്ധതി ഇട്ടിരിക്കുന്നത് എപ്പോഴാണ്? പെസഹ കഴിഞ്ഞുള്ള ദിവസമാണ്. എന്താണ് പെസഹ എന്ന് നമുക്കറിയാം. നീണ്ട 430 സംവത്സരം ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്ന ദൈവജനത്തെ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് അബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ പുറത്തു കൊണ്ടുവന്ന വിടുതലിൻ്റെ ഉത്സവമാണ് പെസഹ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ജനത്തെ വിടപ്പില്ല. ജനത്തെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ എന്തിനു വിടത്തില്ലെന്നാ? സ്തോത്രം. ആരാധിക്കാൻ വിടപ്പില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ഫറവോൻ്റെ ശക്തികളുടെ മേൽ ഒന്നിനു പുറകെ ഒന്നായി 10 ബാധകളയച്ച് ജനത്തെ പുറത്തു കൊണ്ടുവന്ന ചരിത്രമാണ് പെസഹായുടെ ചരിത്രം. ദൈവമക്കൾ, ഒരു കാര്യം ഞാൻ പറയാം. ഈ ദൈവിക ആരാധനയ്ക്കെതിരായിട്ട് ആര് നിന്നിട്ടുണ്ടോ, ആര് ശബ്ദമുയർത്തിയിട്ടുണ്ടോ, അവരെ എൻ്റെ ദൈവം വെറുതെ വിടത്തില്ല. സ്തോത്രം. ആമേൻ. ആരാധനയ്ക്കെതിരെയാ ഫറവോൻ ശബ്ദമുയർത്തിയത്. സ്തോത്രം. ആമേൻ. മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കേണ്ട, നിങ്ങൾ ആരാധിക്കുവാണെങ്കിൽ ഇവിടെ ആരാധിച്ചാൽ മതി. സ്തോത്രം. വലിയ പ്രമാണത്തിലൊന്നും പോയി വിശുദ്ധിയൊന്നും പ്രാപിച്ച് വേണ്ടവിധം ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ വളരെ തന്ത്രപരമായിട്ട് അവരെ ഫറവോൻ്റെ ശക്തികൾ തടഞ്ഞു. പക്ഷെ ദൈവം വിട്ടില്ല, ബാധകൾ അയച്ചു. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ. നിങ്ങളുടെ സ്തോത്രത്തിനെതിരായി, അന്യഭാഷയ്ക്കെതിരായി, കയ്യടിക്കെതിരായി, ആരാധനയ്ക്കെതിരായി ആര് ശബ്ദമുയർത്തിയാലും സ്തോത്രം, സ്വർഗ്ഗത്തിലെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് സ്വന്തം ഭാര്യയാണെങ്കിലും, സ്വന്തം ഭർത്താവാണെങ്കിലും, സ്വന്തം മക്കളാണെങ്കിലും, സ്നേഹിതരാണെങ്കിലും, അയൽവക്കത്തുകാരാണെങ്കിലും ആരാധനയ്ക്കെതിരായി ശബ്ദമുയർത്തിയാൽ സ്വർഗ്ഗത്തിലെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. സ്തോത്രം. അതിന് വ്യക്തമായ ഉദാഹരണമാണ് ദാവീദിൻ്റെ ഭാര്യ മീഖൾ. സ്തോത്രം. കിളിവാതിൽ കൂടി നോക്കിയപ്പോൾ രാജാവ് പഞ്ചി നൂലങ്കി ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നു. പുള്ളിക്കാരത്തി ഒന്ന് കളിയാക്കി. എന്താ സംഭവിച്ചത്? ഉദരത്തെ ദൈവം അടച്ചു കളയുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ആരാധന ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്. സ്തോത്രം. ആ സ്വർഗത്തിലേക്ക് കൊടുക്കുന്ന സ്തോത്രത്തെ, ആരാധനയെ, ആ കയ്യടിയെ സ്തോത്രം തടയാൻ ഏതെങ്കിലും മാനുഷിക കുബുദ്ധികൾ ശ്രമിച്ചാൽ ദൈവം തമ്പുരാൻ അടങ്ങിയിരിക്കത്തില്ല. ദൈവത്തിൻ്റെ കരം അതിന്മേൽ ചലിക്കും. വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ. ഞാൻ നലില സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ബഹുമാന്യ കർത്തദാസൻ അവിടെ ഞങ്ങളുടെ UPFൻ്റെ ഒരു മീറ്റിങ്ങിന് കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്ത് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും പറഞ്ഞു 13-ാം തീയതി പ്രത്യേകം പ്രാർത്ഥിച്ചോളണം, ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് 13-ാം തീയതി. സ്തോത്രം. ഞങ്ങളുടെ ചുറ്റുപാട് മുഴുവൻ സമുദായസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അന്ന് ഒരു ഈസ്റ്റർ ദിവസം, അതിനോട് ബന്ധപ്പെട്ടൊരു ദിവസമാണെന്ന് തോന്നുന്നു. അന്ന് സ്തോത്രം രാവിലെ ആയപ്പോൾ ഞങ്ങളുടെ തൊട്ട് കുറച്ച് താഴെ താമസിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു, ആരാധനയുടെ ശബ്ദം നാട്ടുകാർക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, കുറച്ച് വെക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. കുറച്ച് വെച്ചു. വൈകിട്ടത്തെ മീറ്റിംഗ് നടന്ന സമയത്ത്, വൈകിട്ട് 7 മണിയായ സമയത്ത്
അവർ ഒരു 10-15 പേരുണ്ട് ആലയത്തിലോട്ട് കയറി വന്നു. സ്തോത്രം. കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു മൈക്ക് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു SI ഉണ്ട്, അങ്ങനെ പല ആൾക്കാർ അതിനകത്തുണ്ട്, ജോലിയിലിരിക്കുന്ന ഒരു SI തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങളവിടെയൊക്കെ ഇത്രയും ബഹളമില്ല. ഞാൻ പറഞ്ഞു മൈക്ക് ഓഫ് ചെയ്യത്തില്ല, ശബ്ദം കുറച്ച് വെക്കാം, കാരണം മൈക്ക് ഓഫ് ചെയ്താൽ പിന്നെ എന്നും നമ്മൾ ഓഫ് ചെയ്യേണ്ടി വരും. സ്തോത്രം. അദ്ദേഹം അവിടെ നിന്നോട് പറഞ്ഞു അത് മുഴുവൻ അടിച്ചു പൊട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഫ്ലെക്സും ഒരു ബോർഡും എല്ലാം വലിച്ചു പൊട്ടിച്ചിട്ടാണ് ഇവർ കയറി വരുന്നത്. അപ്പം ഞാൻ അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി കരം കോർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. അപ്പോൾ സഹോദരന്മാരെല്ലാം കുറച്ച് ഒരു 19 പേരേ ഉള്ളൂ. എല്ലാവരും കൂടി ഇങ്ങനെ കരം കോർത്തു. കാരണം ഇങ്ങനെ കരം കോർത്തു നിന്നാൽ അവരകത്തോട്ട് വരികയില്ലല്ലോ. സ്തോത്രം. പക്ഷേ ഈ ഫ്യൂസ് എല്ലാം പുറത്തായിരുന്നത്, അതവർ ഊരിക്കൊണ്ടുപോയി. അപ്പോൾ കറണ്ടങ്ങ് പോയി. അപ്പം ഈ 13ാമത്തെ ദിവസമാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ നമ്മൾ ഉപവാസത്തിൽ ഇരിക്കുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യമൊക്കെ വരുമല്ലോ. അപ്പം ഞാൻ ഈ സ്തോത്രം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അതിനകത്ത് ഒരു സാറ്, ഒരു അധ്യാപകനാണ് അതിനകത്ത് മെയിനായിട്ട് ലീഡർഷിപ്പ്. ഞാൻ സാറേ ആലയത്തിൻ്റെ ഫീസ് ഊരിക്കൊണ്ട് പോയാൽ അധികം താമസിയാതെ സാറിൻ്റെ ഫീസ് ദൈവം തമ്പുരാൻ ഊരിക്കളയുമെന്ന്. അതൊരിക്കലും പറഞ്ഞുകൂടാ, പുതിയ നിയമത്തിലെ പ്രമാണവുമല്ല. അന്നേരം ദേഷ്യത്തിനങ്ങ് പറഞ്ഞുപോയി. സ്തോത്രം. അരമണിക്കൂർ കഴിഞ്ഞപ്പം ഫീസ് കിട്ടി. ഞാനിത് പറയാൻ കാരണം 2 മാസമേ പുള്ളി ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ. സ്തോത്രം. ആ മേടമാസത്തെ ഇടിവെട്ടിയ സമയത്ത് ആ വീടിൻ്റെ 2 ഫീസും പൊട്ടിത്തെറിച്ചു. ആദ്യം 2 വീട് അവർക്കുണ്ട്. ഒരു റൂം മുഴുവൻ ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണ് കുന്നായിട്ട് മാറി. നാട്ടുകാരും പഞ്ചായത്തുകാരും എല്ലാവരും പത്രക്കാരും ഒക്കെ വന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. വന്നപ്പോൾ പലരും ചോദിച്ച ഒരു ചോദ്യമാണ്. ആലയത്തിൽ ചെന്ന് ആ പാവപ്പെട്ട ദൈവദാസൻ ഉപവാസവും പ്രാർത്ഥനയും ഇരുന്നപ്പോൾ പരസ്യമായി ചോദിച്ചതാണ്, എന്തിനാ പോയി ഫീസ് ഊരിയ നോയിക്ക് ഈ 2 ഫീസ് ഇവിടെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് കണ്ടോ? ഞാൻ പറയാൻ കാരണം ഇത് ആരാധന ആര് ചോദ്യം ചെയ്താലും സ്തോത്രം ശ്രദ്ധിച്ചോളണം ദൈവമക്കൾ. ഈ ആരാധനയിൽ ശബ്ദമെടുക്കുന്നതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനെ ചോദ്യം ചെയ്താൽ കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. എന്തോ ഒരു ദൈവ നിയോഗം കൊണ്ട് ഞാൻ ഈ ദൂത് കൈമാറുകയാണ്. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ അയൽവക്കങ്ങളിലോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ ഏതെങ്കിലും നിലവാരത്തിൽ അത്തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചില വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി പോവുകയാണ്. ദൈവം ചില കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിലോ വൈഡമന ഹസ്തര തികല ഘടകപ നഗരക ജരാബല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. അപ്പം ദൈവം വിട്ടുകൊടുക്കാത്ത ഒരേ ഒരു വിഷയമാണ് ആരാധന. സ്തോത്രം. ഈ ആരാധനയ്ക്ക് വേണ്ടി അഭിവാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പെസഹ കുഞ്ഞാടിനെ അർത്ത രക്തത്താൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന ഉത്സവമാണ് പെസഹായുടെ ഉത്സവം. പത്രോസിനൊരു കാര്യം മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പെസഹ കുഞ്ഞാടോ അറുക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. ആ രക്തം ഇന്നും സംസാരിക്കുന്നത് കൊണ്ട്, ആ രക്തത്തിൻ്റെ മുദ്ര എൻ്റെ മേൽ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഇനിയൊരു സംഹാരകൻ വരാൻ ദൈവം അനുവദിക്കത്തില്ല. സമയത്തിന് മുൻപേ ചില കരങ്ങൾ നീട്ടുവാൻ ഹേറോദാവ് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിലും കാരാഗ്രഹത്തിലാണെങ്കിലും ആ രക്തത്തിൻ്റെ മുദ്ര എൻ്റെ മേലുള്ളത് കൊണ്ട് എന്നെ തൊടുവാൻ അനുവദിക്കത്തില്ല. ചിലരോട് ദൈവാത്മാ നിയോഗത്തോട് പറയുക, നിന്റെ പ്രാണന് വിരോധമായി പതിയിരിക്കുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളുടെ മടുവിൽ. Oh, hallelujah. Glory to God. Glory to God. Shabala hatula regal pavana gadagasyala. Yes. Oh, hallelujah. 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 ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓൾ ഹെയർസ് ഓഫ് ഹെഡ് ആർ നമ്പേർഡ് എന്നാണ്. തലയിലെ ഓരോ തലമുടി നാരിനും ദൈവം തമ്മിൽ നമ്പറിട്ട് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഞാനിന്നിവിടെ കർത്താവിൻ്റെ ബഹുമാനിദാസനെ സഭയിൽ നിന്ന് പ്രസംഗിക്കത്തില്ലായിരുന്നു. അതിൻ്റെ കാരണം 9ാമത്തെ വയസ്സിൽ എൻ്റെ 2 കിഡ്നി നിന്നു പോയതാണ്. സ്തോത്രം. വീട്ടിൽ ബോഡി കൊണ്ടുവരുവാനുള്ള ക്രമീകരണം ചെയ്തു. സ്തോത്രം. എന്നാൽ ഇന്ന് ആരോഗ്യത്തോടെ നിൽക്കാൻ കാരണം സ്തോത്രം അന്ന് അത്ഭുതകരമായൊരു വിടുതൽ കർത്താവ് എനിക്ക് നൽകിയത് കൊണ്ടാണ്. മെഡിക്കൽ സയൻസ് പല അഭിപ്രായം പറയും, എന്നാൽ സ്വർഗത്തിന് ഒരു അഭിപ്രായമേ ഉള്ളൂ. മെഡിക്കൽ സയൻസ് പല റിപ്പോർട്ട് തരും, സ്വർഗത്തിന് ഒറ്റ റിപ്പോർട്ടേ ഉള്ളൂ.
ആ റിപ്പോർട്ട് ദൈവമക്കളോട് പറയുമ്പോൾ ആത്മാവിൽ ഏറ്റെടുക്കണം. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ തന്നെ ചിലരുടെ ദൈവശക്തിയുടെ വ്യാപാരം ദൈവം പകർന്ന ആമേ ശരീരങ്ങളിൽ നിന്ന് രോഗശക്തികൾ വിട്ടുമാറിപ്പോകുകയാണ്. പുകമാറിപ്പോകുന്നത് പോലെ ചില പൈശാചിക മണ്ഡലങ്ങൾ, രോഗത്തിൻ്റെ കെട്ടുകൾ, ഇരുളിൻ്റെ അഭികാരങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റി ചിലരെ കർത്താവ് സ്വതന്ത്രമാക്കുകയാണ്. യെസ്. ഓ അർത്ഥമനീതികട്ടി വേദന പ്രവനി ഹൽക്കരിയാംഭന അജരാധികല റബന ഹടക രകവല. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പറയും ദൂത് കൈമാറാം. മല്ലു പിടിച്ചാൽ മറുപടിയില്ലാത്ത വിഷയമില്ല കേട്ടോ. കണ്ണുനീരൊഴുക്കിയാൽ മാറിപ്പോകുന്നൊരു കർത്താവിനെയല്ല നമ്മൾ ആരാധിക്കുന്നത്. മരണം തൊട്ടു മുമ്പിൽ വന്നാലും 15 വർഷം അവനെ പിടിച്ചു നിർത്തുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ ചില ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുകയാണ്. ആമേ ഇത് ആവേശത്തോടെ പറയുകയല്ല, ആത്മനിയോഗത്തോടെ പറയുകയാണ്. ആമേ ചിലതിനെ ദൈവാത്മാവ് വെട്ടി മാറ്റുകയാണ്. നിൻ്റെ ഭവനത്തിന് മേരെ, നിൻ്റെ കുടുംബത്തിന് മേരെ, നിൻ്റെ ആയുസ്സിന് മേരെ, നിൻ്റെ ആരോഗ്യത്തിന് മേരെ, നിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് മേരെ പത്തി ഉയർത്തി നിൽക്കുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളെ. യെസ്. ഓ ഷബല ഖബല റാഖമല റകഠദാദിയാല ബൽഷസി റേമൻ ഹഡച്ചിന റിയത്തിനി വൈഡ പ്രവൽ ഖരാദിക ശശി അർഖമന റഗൽ ഖരാദിക ശസ്യ അടച്ചുന മൗഡ റഹത്തല. ക്രിയാറ്റിൻ ലെവലിനെ താഴ്ത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. ആമേ ഷുഗറിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പ്രഷറിനെ നോർമലാക്കുവാൻ ദൈവത്തിന് കഴിയും. ഹാർട്ടിൻ്റെ ബ്ലോക്കുകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. യേശുവിൻ്റെ നാമത്തെ കഴിയത്തില്ലെന്ന് ആരാ പറഞ്ഞു? അത് ലോകം പറഞ്ഞതാ. സ്തോത്രം. അത് ഡോക്ടർമാർ പറഞ്ഞ റിപ്പോർട്ടാണ്. സ്തോത്രം. അതിന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവസഭയ്ക്കകത്ത് ആമേൻ സ്വർഗത്തിൻ്റെ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ആമേൻ ചിലരുടെ ശരീരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ റിപ്പോർട്ട് ദൈവം പാസ്സാക്കുകയാണ്. ഓ ഓ ഹല്ലേലൂയ. സ്തോത്രം. ചട്ടപ്രകാരം വിരോധമായിരുന്ന കൈയെഴുത്ത് പ്രതിയെ അവൻ മായിച്ച് അതിനെ ക്രൂശിൽ തറച്ചെങ്കിൽ, അതിനെ കീറ്റക്കടലാസാക്കി മാറ്റിയെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിന് വിരോധമായി എഴുതി വച്ചിരിക്കുന്ന ഇരുളിൻ്റെ സകല പദ്ധതികളെയും ഈ 4-ാം ദിവസം പരിശുദ്ധാത്മാവ് കീറി മാറ്റുകയാണ്. യേശുവിൻ്റെ പുണ്യാഹ രക്തത്താൽ, നമ്മുടെ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്താൽ ഇന്ന് പകൽക്കാലം വരെ ജലത്തിനുമേ അത്ഭുതകരമായ വിടുവൽ. ഓ ഹല്ലേലൂയ. ദൈവജനത്തെ ഒതുക്കി വെക്കാൻ 430 സംവത്സരം. അതും ദൈവം അറിയാതെയല്ല. ഉൽപ്പത്തി 15 അതിൻ്റെ കാര്യങ്ങൾ കിടപ്പുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ആരാധനയിൽ അബ്രഹാമിന് പറ്റിയ ഒരു ചെറിയ പിഴവാണ് അതിന് മുഖാന്തരമായി. അതിനകത്തും ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുണ്ടായിരുന്നു. പക്ഷേ വിടുവിക്കുവാൻ 24 മണിക്കൂർ എടുത്തില്ല. സ്തോത്രം. പത്രോസിന് അറിയാം എന്തായാലും നേരം പുലരുമല്ലോ, അതിനകത്തൊരു ദൈവപ്രവൃത്തി അയക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് വിടുവിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ബന്ധിക്കാൻ ഒരുപക്ഷെ സമയം ഒത്തിരി വേണ്ടി വരും. സ്തോത്രം. ബന്ധിക്കാൻ ഒത്തിരി സമയം വേണ്ടി വരും. പലരും പരിശ്രമം ചെയ്ത പലരെയും ബന്ധിക്കുന്നത്. എന്നാൽ അഴിക്കാൻ ഒറ്റ നിമിഷം മാത്രം മതി. സ്തോത്രം. ഒറ്റ ദൂതൻ മാത്രം മതി. ഒറ്റ വെളിച്ചം മാത്രം മതി. സ്തോത്രം. ഏത് വലിയ പൂട്ടിനെയും പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് ഒറ്റ നിമിഷം മാത്രം മതി. ഓ ഷബാല ഹതരാദിയാഹ റേഖേനിയ ലബക്ഷാരിയാംഭനാദിയ റേഖേനിയ റബൽഖനിയാന്ധരാജലശസ്യ റോഖോറബ ശകന റബത്തിരിയാലയശസി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇപ്പോൾ പെസഹയുടെ ആനുകൂല്യം എനിക്ക് ലഭിച്ചു. 2 സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, ഏണസ്റ്റ് പ്രയർ. എല്ലാവരും വലത് കരവും ഉയർത്തി പിടിച്ചാട്ടെ. ഇത് ഉപവാസ പ്രാർത്ഥനയാണല്ലോ. സഭയുടെ ശ്രദ്ധയേറിയ സ്തോത്രം. പ്രാർത്ഥനാതലത്തിലേക്ക് ദൈവമക്കൾ കുറച്ചുകൂടി കയറണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുക. എങ്ങനെയുള്ള
പ്രാർത്ഥനയാണ് ഏർണസ്റ്റ് പ്രയർ, ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഇനി പ്രാർത്ഥിച്ചെന്ന് കരുതി വിശ്വാസം ഉണ്ടാകണമെന്നില്ല. ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പക്ഷേ പത്രോസ് വന്നിട്ട് അദ്ദേഹം വന്നെന്ന് അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ പ്രാർത്ഥനയും വിശ്വാസവും രണ്ട് ഭാഗമാണ്. കർത്താവ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ലവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തും കൂടി വേണം, വിശ്വാസം കൂടി വേണം. സ്തോത്രം. ഇവിടെ ബെൻഹിൻ വന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് സൗഖ്യം വരണമെന്നില്ല. പക്ഷെ വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതം സംഭവിക്കും. ഇവിടെ ഇരുന്ന് നിങ്ങൾ ഈ പകൽക്കാലം ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ദൈവദാസൻ നിങ്ങളുടെ തലയിൽ കൈവക്ക പോലും വേണ്ട, ഒരുപക്ഷെ ലൈവിലായിരിക്കാം, വിശ്വാസത്താൽ പ്രഖ്യാപനം ചെയ്താൽ ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന, സ്തോത്രം, ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതാണെന്നറിയാമോ? 42-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10, 42:10. വേണ്ടി യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അറിയാവുന്ന ഒരു വാക്യമാണ്. യോബ് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? സ്നേഹിതന്മാർ. എല്ലാവരും കൂടി പറഞ്ഞ്, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി. സ്തോത്രം. യോബിൻ്റെ സ്നേഹിതന്മാർ നല്ല സ്നേഹിതന്മാരായിരുന്നു. ഏലിഫസും ബിൽഗാദും സോഫറും ഏലിഹു 4 പേരുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. ഇവർ നല്ല സ്നേഹിതന്മാരായിരുന്നു. ഇവരെക്കുറിച്ച് യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ സ്നേഹിതന്മാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവരെന്നെ ചതിച്ചു എന്നാണ് യോബ് പറയുന്നത്. എന്ത് ചെയ്തു? ചീറ്റ് ചെയ്ത സഹോദരന്മാർ ചതിച്ചു. എങ്ങനെയാണ് ചതിച്ചത്? തോടുപോലെ എന്നെ ചതിച്ചു. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, വറ്റിപ്പോകുന്ന തോടുകളുടെ ചാലുപോലെ എന്നെ ചതിച്ചു. അപ്പം എങ്ങനെയുള്ള സ്നേഹിതന്മാരാ? ചതിക്കുന്ന സ്നേഹിതന്മാർ. സമ്പത്തും ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ തോളെ കൈയിട്ട് ഹൈ ബൈ പറഞ്ഞ് കൂടെ മടന്ന് ഉള്ള നന്മകളൊക്കെ അടിച്ചു മാറ്റുന്ന സഹോദരന്മാർ. ചതിക്കപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്തേക്കണം. എന്താ അതിൻ്റെ കാരണമെന്നറിയാവും? പ്രാർത്ഥനയിലൂടെ ഇരട്ടിയായി എല്ലാം മടക്കി തരാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അവരെക്കുറിച്ച് പറയുകയാണ്, ഇവരെന്നെ എന്ത് ചെയ്തു? ചതിച്ചു. അടുത്തത് അവരെക്കുറിച്ച് പറയുകയാണ്, ഈ സ്നേഹിതന്മാർ എന്നെ പരിഹസിച്ചു. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും ആരെയും എന്ത് ചെയ്യരുത്? പരിഹസിക്കരുത്. ഞാൻ പറയാറുണ്ട്, പഴുത്തല വീഴുമ്പം പച്ചല എന്ത് ചെയ്യരുത്? എവിടെയെങ്കിലും ആർക്കോ, ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയെന്ന് കണ്ടാൽ ഫോൺ വിളിച്ച് 10 പേരോടത് പറയരുത്. നമ്മുടെ വായിന്നും അത് പറയരുത്. നമ്മൾ മുഴങ്കായരെയും ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. സ്തോത്രം. നമുക്കും ഇത് സംഭവിക്കാമായിരുന്നു അല്ലേ? കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആരുടെയും നെഗറ്റീവ് ന്യൂസ് നമ്മൾ സ്പ്രെഡ് ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാവിന്മേലുള്ള ദൈവകൃപ ചോർന്നു പോകും. നമ്മൾ എന്ത് മാത്രമേ പറയാവുള്ളൂ എന്നറിയാമോ? അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രമേ നമ്മുടെ നാവ് കൊണ്ട് പറയാവുള്ളൂ. ഈ സ്നേഹിതന്മാരെന്താ ചെയ്തത്? പരിഹസിച്ചു. ആരെയാ പരിഹസിച്ചത്? യോബ് തൻ്റെ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം, സമ്പത്ത് നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ 10 പേര് മരിച്ചു, ശരീരം മുഴുവൻ രോഗം ബാധിച്ച് വോട്ട് കഷ്ണം എടുത്ത് ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ വന്ന് പറയുന്നു, നീ ഇപ്പോഴും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? മരിച്ചു കളയുക. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കഠിന ശോധനയുടെ മടിയിലൂടെ പോകുമ്പോൾ താൻ സ്നേഹിച്ച സ്നേഹിതന്മാർ തന്നെ എന്ത് ചെയ്തു? ചതിച്ചു, തന്നെ എന്ത് ചെയ്തു? പരിഹസിച്ചു. മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മിസറബിൾ കംഫോർട്ടേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. നല്ല വാക്ക് അവർ പറയുകയല്ല. അവർ പറഞ്ഞു തീരുമ്പോൾ ഒന്ന് കുത്തിയിട്ട് അവർ പോകുന്നേ. സ്തോത്രം. ഒന്ന് വേദനിപ്പിച്ചിട്ട് അവർ പോകുന്നേ. ഈ 3 സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് പ്രാർത്ഥനയുടെ വേറൊരു തലമാണ്.
ഞാൻ പഴയ നിയമത്തിൽ കണ്ട പുതിയ നിയമ പ്രാർത്ഥനയുടെ ഒരു റവലേഷനാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഞാൻ കണ്ടത്. സ്തോത്രം. കാര്യം ഇയ്യോബിന് ഒത്തിരി പ്രത്യാശ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ഇറ്റ് ഇൻ മൈ ബോഡി ഷാൾ ഡിസ്ട്രോയ്, ഐ ഷാൾ സീ ഗോഡ് ഇൻ മൈ ഫ്ലഷ് എന്നൊക്കെ താൻ പറയുന്നുണ്ട്. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായിട്ട് എൻ്റെ കർത്താവിനെ എന്തു ചെയ്യും. അപ്പം കർത്താവിനെ കുറിച്ചൊരു പ്രത്യാശ തനിക്ക് ഉണ്ടായിരുന്നു. സ്തോത്രം. ആ പുതിയ നിയമ റവലേഷനിലേക്ക് 42-ാം അധ്യായത്തിൽ വന്നിട്ട് തന്നെ ചതിച്ച, തന്നെ പരിഹസിച്ച, തനിക്കൊരു ആശ്വാസവാക്ക് പറയാത്ത ഈ സ്നേഹിതന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. കരമുയർത്തി വന്ന് കർത്താവിന് നല്ല സ്തോത്രം പറയാമോ? കർത്താവ് പഠിപ്പിച്ച എന്താണ്? സ്തോത്രം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ തന്നെ ദൈവത്തിൻ്റെ ഒരു മഹത്വം അതിനകത്ത് വെളിപ്പെട്ട് വരും. നിങ്ങളിവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസം നിങ്ങളെ വല്ലാതെ മുറിപ്പെടുത്തിയ, വേദനിപ്പിച്ച, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയ, നിങ്ങളുടെ ബിസിനസ്സിനെ തകർത്ത് കളഞ്ഞ, നിങ്ങളെ ചീറ്റ് ചെയ്ത ഏതെങ്കിലും വ്യക്തികളൊക്കെ ഇന്നും മനസ്സിനകത്ത് കയ്പായിട്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെടുകയാണ്. അവരുടെ പേര് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കണം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴല്ലേ ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ ആ കരം അവിടേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ചിലരെ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങണം. ഈ പഴയ നിയമത്തിലെ ഹന്നയുടെ പ്രാർത്ഥനയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഹന്ന നമുക്കറിയാവുന്നൊരു കഥാപാത്രമാണ്. ഈ ഹന്ന ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ഈ പെനീന തന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. പെനീന എന്ന വാക്കിൻ്റെ അർത്ഥം പേളെന്നാണ്, മുത്തെന്നാണ്. പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു സ്വഭാവവുമില്ല. എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുകയാണ്, പ്രൊവോക്ക് ചെയ്യുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ദൈവസന്നിധി പ്രാർത്ഥിക്കണം. എന്നും വേദനിപ്പിക്കുന്ന, എന്നും കുത്തുന്ന വാക്കുകൾ പറയുന്ന, വല്ലാതെ പ്രകോപിപ്പിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പെനീന ഇങ്ങനെ വല്ലാതെ തന്നെ വിഷമിപ്പിക്കുകയാണ്. അപ്പോൾ ആലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ഹന്ന പോകുന്നത് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗം വായിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇവളെ കൊണ്ട് എന്തിനാ ഇത്രയും അങ്ങ് പ്രാർത്ഥിപ്പിച്ചത്, ഇത്രയും നാളും ഈ കുഞ്ഞുങ്ങളെ കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? സ്തോത്രം. ശരിക്കും പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കണം. ശരിക്ക് കരഞ്ഞെങ്കിൽ മാത്രമേ ശമൂവേലിനെ പോലെ ആരാധന യഥാസ്ഥാനപ്പെടുത്തുന്ന 3 ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്ന, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ദൈവകൃപയുള്ള ഒരുത്തം പുറത്തു വരുത്തുള്ളൂ. അതുകൊണ്ടാണ് ഹന്നെ കൊണ്ട് കൂടുതൽ കർത്താവ് പ്രാർത്ഥിപ്പിച്ചത്. അപ്പം ചിലതിനൊക്കെ കർത്താവ് സ്റ്റോപ്പ് പറഞ്ഞ് അവിടെ നിർത്തുന്നത് എന്തിനാണെന്നറിയാമോ? ചിലത് തരാതെ അവിടെ നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമ്മൾ കൂടുതൽ കരയും, കൂടുതൽ പ്രാർത്ഥിക്കും, കൂടുതൽ ദൈവത്തോട് അടുക്കും. സ്തോത്രം. അങ്ങനെ ലഭിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയതായിരിക്കും. ഹല്ലേലൂയ. കരമുയർത്തി വന്ന് കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം ഹന്ന ആലയത്തിലേക്ക് പോവുകയാണ്, അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ നിർഭാഗ്യവശാൽ അന്നത്തെ കാലത്തെ സഹോദരിമാർ മദ്യപിച്ച് ആലയത്തിൽ വരുമായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം പുരോഹിതൻ നോക്കിയപ്പോൾ ഇവൾ മദ്യപിച്ച് വന്നെന്ന് കരുതി, അല്ലാതെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതൊന്നുമല്ല. അദ്ദേഹം പറയുകയാണ്, നീ എന്ത് ചെയ്തിരിക്കുകയാണ്? മദ്യപിച്ചിരിക്കുകയാണ്. പക്ഷെ അവൾ മദ്യപിച്ചതൊന്നുമല്ല, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. പക്ഷെ അവൾ കുടിച്ചതല്ല. അവൾ എന്താ ചെയ്തത്? അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ അവൾ പകരുകയായിരുന്നു. ഹന്നയോട് ചോദിക്കാം, വാട്ട് ഈസ് പ്രയർ എന്ന് ചോദിച്ചാൽ ഹന്ന അനുഭവത്തിൽ നിന്ന് മറുപടി പറയും. നിങ്ങൾ പറഞ്ഞ് എന്താ പ്രാർത്ഥന? ഹൃദയം പറഞ്ഞ് ദൈവസന്നിധിയിൽ പകരുന്നതാണ് പ്രാർത്ഥന. കര ഉയർത്തിയെന്ന് പറഞ്ഞ് ഹൃദയം ദൈവസന്നിധിയിൽ. ഇനി അന്നയോട് പറയുക, നമ്മളാണെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ, ഉപവാസ പ്രാർത്ഥന ഞാനും പ്രാർത്ഥിക്കും, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ ലിസ്റ്റ് ചെയ്താൽ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, അങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം. അന്നയോട് ചോദിച്ചാൽ പറയും, അന്നയുടെ ഡയറിയിലെ 1-ാമത്തെ പ്രാർത്ഥനാ വിഷയം എന്താണ്? എനിക്കൊരു തലമുറ വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം. ഈ 2-ാമത്തെ പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കും? നിങ്ങളൊന്ന് പറയാവോ?
രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം, കർത്താവേ, എന്നും എന്നെ കുത്തുന്ന ഒരു സഹോദരി എവിടെയുണ്ട്? എൻ്റെ വീട്ടിലുണ്ട്. അവളെ ഒന്ന് ഒതുക്കി, ഇന്നത്തെ രീതിയാണെങ്കിൽ ഒന്ന് ഒതുക്കി തരണം. സ്തോത്രം. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കും? ദൈവത്തിന് സ്തോത്രം. അവൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയായിരിക്കും? അവളെ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താവിന് വേണ്ടിയായിരിക്കും. നാലാമത്തെ പ്രാർത്ഥനാ വിഷയം എന്തിനു വേണ്ടിയായിരിക്കും? അവളുടെ ആ കുടുംബത്തെ ഓർത്ത് അവൾ പ്രാർത്ഥിച്ച് കാണും. അഞ്ചാമതൊരു പ്രാർത്ഥനാ വിഷയം അവളോട് ചോദിച്ചാൽ അവൾ പറയും ആ പുരോഹിതന് വേണ്ടിയും അവൾ പ്രാർത്ഥിച്ച് കാണും. അങ്ങനെ ഒത്തിരി ലിസ്റ്റ് അവൾക്കുണ്ട്. പക്ഷേ ഈ ലിസ്റ്റെല്ലാം എടുത്തങ്ങ് മാറ്റി. സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഈ പ്രാർത്ഥനാ ലിസ്റ്റ് എടുത്ത് മാറ്റിയിട്ട് അവൾ ദൈവസന്നിധിയിൽ വന്ന് മുഴങ്കാൽ മടക്കി അവൾ ചെയ്ത ഒരേ ഒരു കാര്യം, അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. 4-ാം ദിവസം ഒരു വെളിപ്പാട് ദൈവമക്കൾക്ക് കൈമാറുകയാണ്. ഏറ്റെടുക്കാൻ കഴിയുന്നവർ 2 കരം നീട്ടി സ്വീകരിക്കണം. ലിസ്റ്റ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷേ അതിലുപരിയായി നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരണം. സ്തോത്രം. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് സ്വർഗത്തെ ചലിപ്പിക്കുന്നത്. ഇനി ഇത് പ്രസംഗിക്കാനും പറയാനും വളരെ എളുപ്പമാണ്. ഹൃദയം ദൈവസന്നിധിയിൽ പകരുക എന്ന് പറഞ്ഞാൽ എന്താണ്? പകരുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് പോലെ. സ്തോത്രം. പകരണമെങ്കിൽ ഇതെന്തായി മാറണം? നിങ്ങൾ പറഞ്ഞേ, ഇത് ദ്രാവക രൂപമായി മാറിയെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് പകരാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, കല്ലായിരിക്കുന്ന ഹൃദയം, പാറ പോലെ ഉറച്ചിരിക്കുന്ന ഹൃദയം, കഠിനമായിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഹന്നയുടെ പ്രാർത്ഥന പുറത്തു വരത്തില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലേലും ഈ ദൂത് നിങ്ങളോട് കൈമാറിയേ പറ്റത്തുള്ളൂ. ഉറച്ച കഠിന ഹൃദയങ്ങളിൽ നിന്ന് സ്തോത്രം ഒഴുകുന്ന പ്രാർത്ഥനകൾ പുറത്തു വരത്തില്ല. കഠിന ഹൃദയമുള്ളവരുടെ കണ്ണുകളിൽ നിന്ന് ഓലോല കണ്ണുനീരൊരിക്കലും ഒഴുകത്തില്ല. മറ്റൊരാളുടെ പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ ഹൃദയം പൊട്ടി തകർന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഹന്നയുടെ ഹൃദയം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അവൾ പറയുകയാണ്, എൻ്റെ ഹൃദയം ഞാൻ ദൈവസന്നിധിയിൽ പകരുകയാണ്. പ്രിയ ദൈവമക്കളെ, ഹൃദയം ഉടയപ്പെടണം, ഹൃദയം തകരപ്പെടണം. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക്, ബാക്കി നിങ്ങൾ പറഞ്ഞ്, യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ ഹൃദയം തകരപ്പെടണം, ഹൃദയം ഉടയപ്പെടണം. ഒരുപക്ഷെ നമ്മുടെ വിഷയങ്ങൾ കൊണ്ടല്ല, ആലയത്തിന് വേണ്ടി ഹൃദയം തകരപ്പെടണം. സ്തോത്രം. നീണ്ട വർഷങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആലയത്തിൽ ചെലവഴിച്ച പുതിയ നിയമത്തിലെ ഹന്ന എന്ന് പറഞ്ഞൊരു പ്രവാചകിയെ പോലെ സ്തോത്രം ആലയത്തിലിരുന്ന് കരഞ്ഞ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കുടുംബങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കരയണം. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥനാ തലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, ഈ പ്രാർത്ഥനയെ സ്വർഗത്തെ ചലിപ്പിക്കും. ഓ ഹല്ലേലൂയ. ദുരബാലബ ശങ്കരാദി ഘടക സംധരാറിയാന്ധരാസ്യാല. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ സെക്ഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു കുടുംബ പ്രാർത്ഥനയാണെങ്കിലും, ഒരു കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിലും, സ്തോത്ര ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും, പൊതുവിൽ അങ്ങനെയൊന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. പക്ഷേ നമ്മൾ വ്യക്തിപരമായി നമ്മുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുമ്പോൾ ആത്മനിയോഗം വന്നതിന് ശേഷം ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. കർത്താവേ, ക്യാൻസർ രോഗിയായി ആൻറ്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ പേര് പറയുകയല്ല, ആ വിഷയത്തെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ഏറ്റെടുത്തുകൊണ്ട് ഹൃദയം തകർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. കരയണം 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 കരയണം. നനഞ്ഞ കണ്ണുകൾ ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയെ നോക്കി ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, കരയുന്ന കണ്ണുകൾ ആത്മീയ ജീവിതത്തിനൊരു മുതൽക്കൂട്ടാണ്. ഈ ദിവസങ്ങൾ ദൈവത്തോട് പറയണേ, കർത്താവേ, കരയുവാനുള്ള കൃപ എനിക്ക് നൽകി തരണമേ. സങ്കീർത്തനത്തിന് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. താഴത്തോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അവർ വിത്ത് ചുമന്ന്, ബാക്കി നിങ്ങൾ പറഞ്ഞ്, കരഞ്ഞ് വിതച്ചുകൊണ്ട് നടക്കുന്നു. അടുത്തത്, കറ്റ ചുമന്ന്. കരയുന്നവർക്ക് ആർപ്പുള്ളു കേട്ടോ.
ഈ 4-ാം ദിവസം പകൽക്കാലം ഉപവസിക്കുന്നവരോട് ദൂത് കൈമാറുന്നത്, കരയുന്നവർക്കൊരാർപ്പുണ്ട്. ഉപവാസം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ആമേ കരയുന്നവർക്കൊരാർപ്പിൻ്റെ അനുഭവം കർത്താവ് കൈമാറും. ഹല്ലേലൂയ. ആമേ കരയുന്നവരുടെ മേൽ അഭിഷേകത്തിൻ്റെ ഒരു പുതുക്കം കർത്താവ് കൈമാറും. കരയുന്നവർക്ക് മേൽ കൃപാവരം കർത്താവ് കൈമാറും. കരയുന്നവർക്ക് റെവലേഷൻസ് കർത്താവ് കൈമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ പ്രാർത്ഥന സ്വർഗത്തെ ചലിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പത്രോസിന് കിട്ടിയ രണ്ടാമത്തെ ആമേ സ്തോത്രം ഗ്രാൻഡ് എന്ന് പറയുന്നത് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയാണ്. ദൈവമൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, രഹസ്യമായി വെക്കേണ്ട ചില വിഷയമുണ്ട്. എന്നാൽ ബഹുമാന്യ കർത്തദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും പറയേണ്ട പ്രാർത്ഥനാ വിഷയങ്ങൾ സാക്ഷ്യത്തിലൂടെ അല്ലാതെയോ പറഞ്ഞ് സഭ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്തൊരു പ്രത്യേക വിടുതൽ കർത്താവ് കൽപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ വരുന്നൊരു ദൂത് ദൈവമക്കളോട് പറയാം. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാ വിഷയമുണ്ട്. അതിനകത്ത് ചിലതിന്മേൽ ദൈവഹിതപ്രകാരമുള്ള ചിലതിന്മേൽ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കരം വെളിപ്പെടും. സ്തോത്രം. അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും അതിനകത്ത് ആമേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ചലിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ മുമ്പിൽ ആമേ സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ സഭയുടെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിലെ ദൈവം ചില വൻ കാര്യങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഞാൻ സ്നാനപ്പെട്ടത് പാസ്റ്റർ എം എ വർഗീസ് പാസ്റ്ററുടെ സഭയിലാണ്, ബാംഗ്ലൂർ. ഞാൻ അന്ന് 97 മുതൽ അവിടെ ആയിരുന്നു. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അവിടെ ക്യാൻസർ ബാധിച്ച ഒരു സഹോദരി, ബ്ലഡ് ക്യാൻസർ വന്നു, 4th സ്റ്റേജ് ആയിരുന്നു. ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു, കീമൊക്കെ എടുത്ത് വീണ്ടും വഷളായി, പിന്നെയും സീരിയസ് ആയി വെന്റിലേറ്ററിൽ കിടക്കി. ഡോക്ടർ പറഞ്ഞു ഒരു പ്രതീക്ഷയില്ല, മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു മകനെ സ്തോത്രം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്നൊരു ദൈവനിയോഗം പാസ്റ്റർ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇത്ര സീരിയസ് ആയപ്പോൾ പാസ്റ്ററോട് വന്ന് പറഞ്ഞു, എൻ്റെ മമ്മിയെ എനിക്ക് കിട്ടണം, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ സമർപ്പിച്ചു. പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വിളിച്ചു. ഞാനും ഒന്ന് പോയി. അവിടെ അണ്ടർഗ്രൗണ്ടിലൊരു പ്രാർത്ഥന റൂമുണ്ട്, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈകിട്ട് മുതൽ പ്രാർത്ഥിക്കുകയാണ്. രാത്രി 2 മണിയായപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. സ്തോത്രം. അമ്മ ഒന്നുമില്ല, എല്ലാവരും ആ സഹോദരിയുടെ പേര് പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സഹോദരി ഒരു വെളിപ്പാട് കണ്ടു. സ്തോത്രം. ഏതോ ഈ പുഴുക്കൾ ഇങ്ങനെ ചത്ത് വീഴുന്നതായിട്ട് ഈ സഹോദരി ഒരു ദർശനം കണ്ടിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാനൊരു ദർശനം കാണുന്നു, ഈ പുഴുക്കൾ ഇങ്ങനെ ചത്ത് വീഴുന്നൊരു കാഴ്ച. അപ്പോൾ പാസ്റ്റർ 2 മണിയായി രാത്രി. പാസ്റ്റർ പറഞ്ഞ് പ്രാർത്ഥന നിർത്തുകയാണ്. ആമേൻ. ആ സഹോദരി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടുന്ന് ഫോൺ വന്നു. ആമേൻ. സ്തോത്രം. എന്തോ ഒരു മിറക്കിൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ബോഡി നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നു. വെന്റിലേറ്റർ റിമൂവ് ചെയ്തു. രാത്രി 2 മണിക്ക്. സ്തോത്രം. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഞാൻ കെട്ടുകഥയല്ല, എൻ്റെ ജീവിതത്തിൽ കണ്ട കാര്യം, അനുഭവിച്ച കാര്യമാണ് ഞാനീ പറയുന്നത്. എന്തൊക്കെയോ ദൈവപ്രവൃത്തികൾ തിരുവല്ല പ്രയർ സെൻറ്ററിൽ കർത്താവ് ചെയ്യും. ആമേൻ. സ്തോത്രം. ഇത് ലൈവിലൂടെ ലോക രാജ്യങ്ങളിൽ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രതീക്ഷ അസ്തമിച്ച വിഷയമായിരിക്കാം, പക്ഷേ ആമേൻ ദൈവസഭയുടെ പ്രാർത്ഥന ആമേൻ അത്ഭുതങ്ങളെ കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചങ്ങല അഴിയുന്ന പ്രാർത്ഥനയാണ് ദൈവസഭയുടെ പ്രാർത്ഥന. ആമേൻ. വാതിലുകൾ തുറക്കുന്ന പ്രാർത്ഥനയാണ് ദൈവസഭയുടെ പ്രാർത്ഥന. ദൂതനെ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ദൈവസഭയുടെ പ്രാർത്ഥന. പിശാചിൻ്റെ പദ്ധതികളെ മുറിച്ചു മാറ്റുന്ന പ്രാർത്ഥനയാണ് ദൈവസഭയുടെ പ്രാർത്ഥന. മനസ്സിലാകുന്നവർ 2 കര ഉയർത്തി സ്വീകരിച്ച് സ്തോത്രം പറഞ്ഞാട്ട്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഈ വിടുതലുകൾ പരിശുദ്ധാത്മാവ് അയക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ഈ വിടുതലുകൾ കണ്ണുകൊണ്ട് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. Glory to God, glory to God, glory to God, glory to God, glory to God. Amen. Hallelujah. മൂന്നാമത്തത് ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ വാഗ്ദത്തം തനിക്ക് ലഭിച്ചിരുന്നു. വാഗ്ദത്തം. എന്താ വാഗ്ദത്തം എന്നറിയാമോ? സ്തോത്രം. കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരി വന്നപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ആമേൻ ജനങ്ങൾ പറയുന്നത്. സ്തോത്രം. ഇപ്പോൾ പല കമൻറ്റുകൾ അവിടെ പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ, ഇരമ്യാവ്, സ്തോത്രം, പ്രവാചകന്മാരിൽ ഒരുത്തൻ. കർത്താവ് ചോദിച്ചു, ഞാൻ ആരാമാ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ആമേൻ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. എന്നാണ്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ
ക്രിസ്തുവാകുന്നു. സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ബെർജോന ശിമയോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. സ്തോത്രം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നീ പത്രോസ് ആകുന്നു. യു ആർ പെട്രോസ്. ദൈവത്തിന് സ്തോത്രം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അവന് ജയിക്കത്തില്ല. കരമുയർത്തി വന്ന് കർത്താവ് സ്തോത്രം പറഞ്ഞാട്ട്. ഇത് നിന്ന് പറയുന്ന ഫിലിപ്പിൻ്റെ കൈശ്വര്യയിൽ ബാലിൻ്റെ ഭയങ്കരമായൊരു വലിയൊരു ഗോപുരം ഉണ്ടെന്നാണ് പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത്. ഇതിൻ്റെ ഗോപുരം ഇങ്ങനെ മേലോട്ട് ഭക്തന്മാരിങ്ങനെ പ്രാർത്ഥിച്ചും പാടിയും ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, പത്രോസിനോട് പറയുകയാണ്, നീ നിൽക്കുന്നത് പാതാള ഗോപുരത്തിൻ്റെ താഴെയാണ്, പക്ഷെ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല. കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, തിരുവല്ലയിൽ ഏതെങ്കിലും പാതാള ഗോപുരങ്ങൾ ആരെങ്കിലും പണിയുന്നുണ്ടെങ്കിൽ ഇത്രയും മൂർച്ചയോടെ പറഞ്ഞാൽ പോരാ. യുവാസപ്രാർത്ഥന വിടുതലുകൾ സംഭവിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കും ദൈവസഭകൾക്കും എതിരെ ഏതെങ്കിലും പാതാള ഗോപുരങ്ങൾ ആരെങ്കിലും പണിയുന്നെങ്കിൽ ഈ ഉപവാസത്തിൻ്റെ മൂർച്ച, അഭിഷേകത്തിൻ്റെ ശക്തി ആ പാതാള ഗോപുരങ്ങളെ തകർക്കും. ഹസ്തരാധന പലതും ഇത് ലൈവ് ഉള്ളത് കൊണ്ട് പറയാൻ ചിലതിനൊക്കെ ചില ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്തോത്രം വീട്ടിൽ അമ്മച്ചിയുണ്ട്. ഞങ്ങളങ്ങോട്ടോ ഇങ്ങോട്ടോ വിസിറ്റിങ്ങിന് പോയാലും ഞങ്ങളുടെ അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ കൈ കൊണ്ടുവന്ന് ഒരാളൊരു സിപ്പിട്ടൊരു കവർ കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്റർ വരുമ്പോൾ ഇന്നും കൊടുത്തേക്കാൻ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അമ്മച്ചി ഇതെന്താന്ന് നോക്കിയില്ല. അമ്മച്ചി ഇതെന്താന്ന് നോക്കാതെ കയ്യിലെടുത്ത് വെച്ചു. ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു സിപ്പ് കവറാണ്. തുറന്ന് നോക്കിയപ്പം അതിനകത്തൊരു രൂപം, ഒരു പട്ട്, 5 രൂപ നാണയം എനിക്ക് സംഭാവനയായിട്ട് കൊണ്ട് തന്നതാണ്. ഞാൻ സ്തോത്രം പറഞ്ഞെടുത്ത് അടപ്പിലിട്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളെന്തോ ചെയ്തിട്ടാണ് ഈ ആൾക്കാർക്ക് ഇത്രയും വിരോധമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. ചില പാതാള ഗോപുരത്തിൻ്റെ ശക്തികൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവി സ്തോത്രം പറയണേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാർക്കെതിരായി, ആരാധിക്കുന്നവർക്കെതിരായി, ചില കുടുംബങ്ങൾക്കെതിരായി ആത്മാവ് ഉപയോഗിച്ച് ദൂത് പറയുക, നിന്നെ തകർത്ത് കളയുവാൻ വെല്ലുവിളിച്ച് നിൽക്കുന്ന പാതാള ഗോപുരത്തിൻ്റെ ശക്തികളെ 4-ാം ദിവസം സ്വർഗം വെട്ടാൻ വേണ്ടി പോകുകയാണ്. ഘടകം ഋബലകഷവേദി കട്ടി അർദ്ധന പ്രബല ഘടക ചുരാതി പ്രഭഖനാദി കട്ടി വേദര പ്രവന ഹർഷസ്യാരപുരാതി കട്ടി. ഹല്ലേലൂയ. ഈ ആഭിചാരവും മന്ത്രവും ഒക്കെ ഉണ്ട്, പക്ഷെ ദൈവമക്കൾ അത് ഏൽക്കത്തില്ല. പക്ഷേ ഉപവാസത്തിൻ്റെ 4-ാം ദിവസം ദൈവ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കുന്നവരെ ഇല്ലാതാക്കാൻ, ആരാധിക്കുന്നവരെ തകർത്ത് കളയാൻ, അണിയറയിൽ പിശാചൊരുക്കി വെച്ച സകലവിനെയും ഈ 4-ാം ദിവസം കർത്താവ് വെട്ടാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. യെസ്. അതിനാ ഉപവാസം വെച്ചിരിക്കുന്നു. അതിനാ ഉപവാസ പ്രാർത്ഥന. യെസ്. റോഖ ബാബ റഖ ബാബ റബ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വല്ലോങ്ങളുടെ ദുഷ്ടാത്മസേനയോടുമാണ്. ഇത് പകൽക്കാലം പൈശാചിക മണ്ഡലങ്ങളോട് ഒരു വെല്ലുവിളിയായി ശക്തമായി ഈ ദിവസങ്ങളിൽ പോരാടട്ടെ. പൈശാചികൻ്റെ കോട്ടകളെ കർത്താവ് വെട്ടാൻ വേണ്ടി പോവുകയാണ്. ജാമന ശകര അന്തല ജഗമന. ഈ ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവമക്കളത് പറയുകയല്ല, എന്തിനാ ഇത്രയും ദിവസം ഇരിക്കുന്നതെന്ന്. സ്തോത്രം. 2-3 ദിവസം പ്രാർത്ഥിച്ചാൽ പോലെ എന്നൊക്കെ ചോദിക്കുന്ന ആത്മീയം കുറഞ്ഞവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. 10 കൽപ്പന വേണമെങ്കിൽ കർത്താവിന് 1 നിമിഷം കൊണ്ട് കൽപ്പന ഇങ്ങനെ എഴുതി കൊണ്ടുപോയിക്കോളാന്ന് പറയാമായിരുന്നു. പക്ഷേ 40 രാവും 40 പകലും എവിടെ ഇരുന്നു? 7500 അടി ഉയരമുള്ള സീനായ്മയുടെ മുകളിൽ കയറിപ്പോയി. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കൾക്ക് പ്രമാണം വാങ്ങിക്കാൻ വേണ്ടി 40 രാവും 40 പകലും അവിടെ ഇരുന്നു. പെട്ടെന്ന് വേണേൽ കൊടുക്കാമായിരുന്നു. പെട്ടെന്ന് ഈസി അല്ല ഇത്. മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളത് ഈസി കാര്യമേ അല്ല. വില കൊടുക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. സ്തോത്രം. ബഹുമാനപ്പെട്ട ദൈവദാസനയുടെ ഉപവാസം വെച്ചതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം വിലയേറിയത് ചിലത് ദൈവമക്കൾ പ്രാപിക്കണം. സ്തോത്രം. ഉയരത്തിൽ നിന്ന് ചിലത് കർത്താവ് പ്രാപിക്കണം. യെസ്.
റാബാശങ്കരാദിയാല. ദൈവാത്മാവ് ഒരു നിയോഗം തരുന്നതുകൊണ്ട്, ഒരു വെളിപ്പാട്, ഒരു ദൈവത്തിൻ്റെ നിയോഗം തരുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, കർത്താവ് വിരലുകൊണ്ട് എഴുതിയത് ചിലത് എനിക്ക് പ്രാപിക്കണം. സ്തോത്രം. ആമേൻ. കർത്താവ് നേരിട്ട് ഇടപെട്ട ചില വിഷയങ്ങൾ എനിക്ക് പ്രാപിക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി അങ്ങനെയുള്ള ചില പ്രവർത്തികൾ കർത്താവ് അയക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കർത്താവ് നേരിട്ട് വിരലുകൊണ്ട് എഴുതിയത് ഉടബരബ ശംദരാധരാബര, മാഞ്ഞു പോകാത്തത്, എന്നേക്കും നിലനിൽക്കുന്നത്. സ്തോത്രം. ആമേൻ. ചില പ്രമാണങ്ങൾ, ചില ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ ചില ആലോചനകൾ ആമേൻ ദൈവജനത്തിന് കൈമാറാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കൽപ്പനയും വാങ്ങിച്ചുകൊണ്ട് താഴോട്ടിങ്ങോട്ട് ഇറങ്ങി വന്നു. സ്തോത്രം. ഇറങ്ങി വന്നപ്പോൾ ഇവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുക? നിങ്ങൾ പറഞ്ഞേ, അന്യാരാധന നടന്നുകൊണ്ടിരിക്കുക. അന്യാരാധന. പിന്നെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. സ്തോത്രം. ആമേ. ലേവി ഗോത്രത്തിൻ്റെ കയ്യിൽ, ലേവിയുടെ കയ്യിൽ വാള് കൊടുത്തിട്ട് 3000 എണ്ണത്തിനെ വെട്ടി. ഹലോ, സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അത് ആശ്ചര്യമായിട്ട് അവിടെ നടന്നെങ്കിൽ തിരുവല്ല പ്രയർ സെൻറ്ററിൽ ആത്മതലത്തിൽ ഇന്ന് പകൽക്കാലം ഇതിവിടെ നടക്കണം. സ്തോത്രം. വെട്ടേണ്ടതിനെ നമ്മൾ വെട്ടിയേ പറ്റൂ. സ്തോത്രം. ആത്മതലത്തിൽ വെട്ടേണ്ടതിനെ നമ്മൾ വെട്ടണം, തകർക്കേണ്ടതിനെ നമ്മൾ തകർക്കണം. പോരാടേണ്ടതിനോട് പോരാടണം, മല്ല് പിടിക്കേണ്ടതിനോട് മല്ല് പിടിക്കണം, യുദ്ധം ചെയ്യേണ്ടതിനോട് നമ്മൾ യുദ്ധം ചെയ്യണം. യെസ്. ജാബല ജരാദല ശംധരാദിയാല റാബല ശബാര. ആത്മാവിലേറ്റെടുത്തോ. ഓ ഹല്ലേലൂയ. ആമേ. അന്യ ആരാധനകൾ, പൈശാചിക മണ്ഡലങ്ങൾ, ഇരുളിൻ്റെ ശക്തികൾ, പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന പൈശാചികൻ്റെ മണ്ഡലങ്ങളെ സ്വർഗം വെട്ടുകയാണ്. ജാബല ശഖബര ബതുരബര റിബല ഹസ്തരാദി കവന രഹസ്യാല. സത്യം പറഞ്ഞാൽ ഈ മോശ ദേഷ്യപ്പെട്ട് ഇത്രയും കാണുന്ന എപ്പോഴാണെന്നറിയാവോ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പറയണം. ഈ 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വന്നപ്പോഴാണ് പുള്ളിയുടെ ദേഷ്യം മുഴുവൻ എന്ത് ചെയ്യുന്നത്? പുറത്ത് വരുന്നത്. കാര്യം ഈ കാൽപ്പലയെല്ലാം ആടിച്ച് പൊട്ടിച്ച് എന്താ പറയുന്ന പൊടിയാക്കി ജനത്തെ കൊണ്ട് എന്ത് ചെയ്തു? അപ്പം ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഇപ്പം ഞാൻ ആ മോശമെന്ന് വിചാരിക്കുക, നിങ്ങൾ എന്തോ പറയും? നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും വിശുദ്ധനാകത്തില്ല. കാര്യം നിങ്ങൾ എൻ്റെ ദേഷ്യമൊക്കെ എന്ത് ചെയ്താ? ഹലോ, നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ സ്വതന്ത്രം പറഞ്ഞാട്ടെ. ശരിയാണോ ഞാൻ ഈ പറഞ്ഞേ? പക്ഷേ നിങ്ങൾ പറയുന്നതല്ല കമൻ്റ്. മനസ്സിലായോ? തമ്പുരാൻ നമ്മളെക്കുറിച്ച് പറയുന്നതാ യാഥാർത്ഥ്യം. ഇത്രയൊക്കെ ദേഷ്യപ്പെട്ട മോശയെക്കുറിച്ച് ദൈവം തമ്പുരാൻ പറയുന്നത്, ഇദ്ദേഹത്തെ പോലെ സൗമ്യനായൊരു മനുഷ്യൻ ഈ ലോകത്തിലില്ലെന്നാണ്. മനസ്സിലായോ? അപ്പം അദ്ദേഹം ദേഷ്യപ്പെട്ട എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് എരിവോടെയാണ് ദേഷ്യപ്പെട്ടത്. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പിശാചിനോട് പോരാടുമ്പം ഈ ദേഷ്യം നമുക്ക് ആവശ്യമാണ്. വീട്ടിൽ അച്ഛനും ആൻറ്റിയും കൂടി വഴക്കുണ്ടാക്കുമ്പോഴല്ലേ ഈ ദേഷ്യം വെളിപ്പെട്ട് വരേണ്ടത്. പിശാചിനോട് പോരാടുമ്പോൾ ഇങ്ങനെയുള്ള ദേഷ്യം ആരോടാ? പൈശാചിക മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യുവാൻ, ഒരു സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടാണ്, ഒരു ഉഴപ്പൻ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ ഒരു തണുപ്പൻ മനോഭാവത്തോടു കൂടിയല്ല പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടത്. ആമേൻ. വീര്യത്തോടുകൂടെ. സ്തോത്രം. പൈശാചിക മണ്ഡലങ്ങൾ ഉടയണമെന്നുള്ള വൈരാഗ്യ മനോഭാവത്തോടുകൂടെ. യെസ്. ഈ ദൂത് എത്ര ദൈവമക്കൾ ഏറ്റെടുക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ആ പോരാട്ട വീര്യത്തോടുകൂടെ. റബ ശഖമന റബ ധന ദിയാല ഗംഭരാധല പ്രവന. ചിലതിനെ വെട്ടുവാൻ, ചിലതിനെ തകർക്കുവാൻ, ചില കോട്ടകളെ ഇടിച്ചു കളയുവാൻ, ചില പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ. യെസ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കൂടെ ദൈവമക്കൾ കടന്നു വരണം. സ്തോത്രം. നമ്മൾ
10 പ്രാവശ്യം ട്രാക്റ്റ് കൊടുത്തിട്ട് ആലയത്തിൽ വരാത്തവർ ആമേൻ സ്തോത്രം അവിടുത്തെ കെട്ടഴിഞ്ഞാൽ അവർ ആലയത്തിലേക്ക് കടന്നു വരും. സ്തോത്രം. നമ്മൾ 100 പ്രാവശ്യം വീട് വിസിറ്റ് ചെയ്ത് വരാത്ത കുടുംബം അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ അവർ ആലയത്തിലേക്ക് കടന്നു വരും. എൻ്റെ ഹൃദയത്തിനകത്ത് ആത്മനിയോഗം തരികയാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചിലരെ കൃപാവരത്തോടെ കർത്താവ് പുറത്തെടുക്കും. എന്നിട്ട് ആ ഭവനങ്ങളിലേക്ക് കാലെടുത്ത് ചവിട്ടുമ്പോൾ തന്നെ അവിടെയുള്ള ഇരുളിൻ്റെ ശക്തികൾ പൊട്ടിമാറും. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുക. ഒരു പുതിയ അഭികാരത്തോടെ ഈ ദിവസങ്ങളിൽ പുറത്തെടുക്കും ചിലരെ. ഒരു പുതിയ ദൈവകൃപയോടെ ചിലരെ പുറത്തെടുക്കും. ഒരു പുതിയ അഭിഷേകത്തോടെ ചിലരെ കർത്താവ് പുറത്തെടുക്കും. യെസ്. ദാമന സംദര വൈലബാല ശമന ഹന്തര അടകമന ഹത്തര ജലാ ധല ജരാ ധരാ ജരാ ധര. ഓ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു സ്തോത്രം, നീ പാതാള ഗോപുരത്തെ കണ്ട് പേടിക്കണ്ട, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഈ അധികാരം പത്രോസിന് കർത്താവ് കൈമാറി. ഓ ഹല്ലേലൂയ. പത്രോസിനറിയാം എൻ്റെ സമയമായിട്ടില്ല. സ്തോത്രം. എൻ്റെ സമയമായിട്ടില്ല, ഞാൻ വയസ്സനായി കഴിഞ്ഞ് എൻ്റെ അരകെട്ടി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകത്തുള്ളൂ. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും അധികാരവും താക്കോലും ഒക്കെ എൻ്റെ കൈമേലുണ്ട്. എൻ്റെ കൈ വേറെടുത്തെൻ്റെ കൈയുമായി കെട്ടി ആമേ സ്തോത്രം അകത്തെ തടവറയിലാണ് ഞാൻ കിടക്കുന്നതെങ്കിലും ആമേ സ്തോത്രം ആമേൻ അവർ കാണാത്തൊരു താക്കോൽ എൻ്റെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാരാഗ്രഹത്തിനകത്ത് സുഖമായി കിടന്നുറങ്ങും. ഏതെങ്കിലും ഒരു രോഗം വന്നെന്ന് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്, ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ 7 മാസം ഉറങ്ങാതെ ഭാരപ്പെട്ടിരുന്ന വ്യക്തിയാണ്. പപ്പായും മമ്മിയും മരിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഏക മകനായിരുന്നു. 3 ഉറക്ക ഗുളിക കഴിക്കുമായിരുന്നു. അങ്ങനെ 7-ാം മാസം ഒരു പാസ്റ്റർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിന് ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാം എൻ്റെ അപ്പച്ചൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. എത്ര സൈക്കാട്രി മരുന്നെടുത്താലും കിട്ടാത്ത വിടുതൽ ഒരു പ്രാർത്ഥനയിൽ കർത്താവ് തരും. ബഹുമാനപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ രാജുപൂക്കല അവറുകൾ ഞങ്ങളുടെ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന, ഞാൻ പേര് പറയുന്നില്ല ലൈവ് ആയതുകൊണ്ട്, ഞങ്ങളുടെ സെൻറ്ററിൽ എന്നോടൊപ്പം സഹപ്രവർത്തകനായി IPC വേങ്ങൂർ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ്റെ സഹധർമ്മിണി എന്നോട് വന്ന് പറഞ്ഞു, അവർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് വിശ്വാസിയായിരിക്കുന്ന സമയത്ത് ഭയങ്കര പ്രതികൂലത്തിലൂടെ ആ സഹോദരി കടന്നുപോയി. സൂയിസൈഡ് ചെയ്യാൻ അതുപോലെ അനുഭവത്തിൽ വന്ന് മുന്നിരിക്കുകയാണ്. പാസ്റ്റർ തലയൊക്കെ വെച്ചു, ഇപ്പോഴല്ല ദീർഘവർഷം, എത്ര വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പാസ്റ്റർ ഞാൻ തലയൊക്കെ വെച്ച് ദൂത് പറഞ്ഞു, സ്തോത്രം, നീ മരിക്കാനായിരിക്കുന്നു, പക്ഷേ നീ മരിക്കത്തില്ല, നിന്നിലൂടെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. സ്തോത്രം. എന്നോട് കുറേ നാളുകൾക്ക് മുമ്പ് ആൻറ്റി പറഞ്ഞു, അന്ന് കർത്താവിൻ്റെ ദാസം പറഞ്ഞത് ഇന്ന് ഞങ്ങൾ കുടുംബമായി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അമ്മ വാഗ്ദത്തം ഉണ്ടോ? സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കണം. വാഗ്ദത്തം ഉണ്ടോ? ഏത് സിംഹത്തിൻ്റെ ഗുഹയിലും കിടന്നുറങ്ങാം. സ്തോത്രം. എത്ര AC വീട്ടിൽ ഫിറ്റ് ചെയ്താലും എത്ര വില കൂടിയ കിടക്ക വാങ്ങിച്ചാലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയല്ല. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? പക്ഷെ സിംഹത്തിൻ്റെ പുറത്ത് ഡല്ലപ്പ് മെത്തെ കിടക്കുന്ന പോലെ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം. എന്ത് വേണം? വാഗ്ദത്തം വേണം. വാഗ്ദത്തം. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഈ മഹത്വത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാർ, ദൈവതേജസ്സിൻ്റെ അകത്തൂടെ കടക്കുന്ന ആൾക്കാർ, ദൈവകൃപയിൽ ബലപ്പെട്ട് ഈ അന്യഭാഷയൊക്കെ നമ്മൾ പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന എന്തിനാണെന്നറിയോ? നമ്മുടെ മേലൊരു പ്രൊട്ടക്ഷൻ നമ്മൾ അറിയാതെ കർത്താവ് കൈമാറിയിട്ടുണ്ട്. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ദാനിയേലിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ. പുള്ളിയെ സിംഹത്തിൻ്റെ ഗുഹയിൽ കൊണ്ടുപോയിട്ടു. പാസ്റ്റർ MA വർഗീസ് പാസ്റ്ററുടെ പ്രസംഗം കടമെടുത്ത് ഞാനെന്നും ആരാധനയ്ക്ക് അവിടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കേട്ട പ്രസംഗത്തിൽ നിന്ന്, അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദൈവത്തിന് സ്തോത്രം, ഈ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇടും, അത് തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇടുമെന്ന് ദൈവത്തിനും അറിയാം. ദാനിയേലിന് ഒരുപക്ഷെ അത്രയും അറിവ് കാണത്തില്ല, വിടുവിക്കുമെന്നൊക്കെ ചിന്തിച്ച് കാണും. എന്തായാലും പുള്ളി ഇടുമെന്ന് ആർക്കറിയാം? ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അപ്പം ഇടുന്നതിന് മുൻപ് ഈ ഒരു ദൂതനെ എന്ത് ചെയ്തു? എങ്ങോട്ട് അയച്ചു? സിംഹത്തിൻ്റെ ഗുഹയിൽ അയച്ചു. സിംഹത്തിൻ്റെ വായ അടച്ചെന്ന് എഴുതിയിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തിൽ എന്നോട് പറഞ്ഞതായി, ഈ ദൂതന് സിംഹത്തിൻ്റെ ഭാഷ നല്ലവണ്ണം അറിയാം, എല്ലാ ഭാഷയും അറിയാമല്ലോ. അപ്പം പുള്ളിക്കാരൻ ചെന്നൊരു ക്ലാസ് അവർക്കെടുത്തു. ആദ്യം ആരാ? ദൂതൻ ചെന്ന്. അപ്പോൾ സിംഹങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്.
ദൂതൻ ചെന്ന് ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സിംഹങ്ങളെ, നിങ്ങൾ നല്ലപോലെ വിശന്നിരിക്കുകയെന്നറിയാം, പക്ഷേ കുറച്ചു നേരം കഴിയുമ്പം ഒരു ഉപദേശം ഇങ്ങോട്ട് വരും. പുള്ളിക്കാരൻ മിക്കവാറും ഉപവാസവും പ്രാർത്ഥനയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ ചാടി പിടിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ചെറിയ വായു എല്ലാം കീറിപ്പോവുകയെന്നല്ലാതെ വയറ്റിലൊന്നും കിട്ടുകയില്ല. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ഉപവസിച്ചൊക്കെ ഇരിക്കാമെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പം രാഭോജനം തിന്ന് കൊടുത്ത നല്ല ആൾക്കാരെ നിനക്ക് തരാം. പക്ഷെ നീ വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സ്തോത്രം. എന്തായാലും എന്ത് ചെയ്തു? സിംഹം അങ്ങ് അനുസരിച്ചു. സ്തോത്രം. കുറച്ചു നേരം കഴിഞ്ഞപ്പം ആമീൻ പറഞ്ഞതുപോലെ നല്ല ആൾക്കാരെ കിട്ടി. നമ്മുടെ കുഴപ്പം എന്നാന്ന് പറയാം, നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം സിംഹത്തിൻ്റെ ഗുഹയിൽ നമ്മൾ കയറിയാൽ നമ്മൾ സിംഹത്തെ കൊല്ലാൻ വേണ്ടി നോക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സ്തോത്രം. എല്ലാ സിംഹത്തെയും കൊല്ലാനുള്ള സിംഹമല്ല, കൊല്ലേണ്ട സിംഹമുണ്ട്, കീറിക്കളയേണ്ട സിംഹമുണ്ട്. ആത്മാവി സ്തോത്രം പറയണം. കീറിക്കളയേണ്ട കരടിയുണ്ട്, പുറത്ത് കിടന്ന് ഉറങ്ങേണ്ട സിംഹമുണ്ട്. ഇത് വെളിപ്പാടിൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാത്തിനെയും നമ്മൾ കീറാൻ പോകണ്ട. ചിലവിൻ്റെ മടുവിൽ സുഖമായിട്ട് സ്തോത്രം പറഞ്ഞുറങ്ങണം. വിശ്വാസത്തോടെ അഭിഷേകത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് നിൻ്റെ ജീവിത പടകിന് നേരെ കടന്നു വരുന്ന ഏത് സിംഹമാകട്ടെ, അത് എത്ര വലിയ പത്തി ഉയർത്തിയാ വരുന്നതെങ്കിലും അതിൻ്റെ പുറത്ത് കിടന്നുറങ്ങാനുള്ള അഭിഷേകമാ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മം ഇടപെടുകയാ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിൽ കിടന്നുറങ്ങിയ ആമേ പത്രോസിനെ പോലെ ആമേ ചിലരെ കർത്താവ് ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ആ ഭാഗമൊന്നും എനിക്ക് നിർത്താനേ തോന്നുന്നില്ല. സ്തോത്രം. ഈ പൗലോസൊക്കെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുക, കർത്താവിൽ എപ്പോഴും അല്ലേ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. എന്താ പറയാൻ കാരണമെന്നറിയാമോ? തനിക്കൊരു കാര്യം അറിയാം. എന്താണെന്നറിയാമോ? ഈ മരണമെന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് ഒരു വിഷയമായിട്ടേ പൗലോസ് കരുതിയില്ല. പൗലോസിന് അറിയാൻ താൻ മരിക്കും, ഇപ്പോഴേ ഞാൻ പാനീയമായി ഒഴിക്കപ്പെടും, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇതൊരു വലിയ ആനക്കാര്യമേ അല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സ്തോത്രം. കാരണം ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനകത്താണ്. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിനകത്താണ് ഞാൻ കിടക്കുന്നതെങ്കിലും ആമേ ദൈവദൂതൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ കർത്താവിനെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കർത്താവുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. സ്തോത്രം. മരവിപ്പിക്കുന്ന തണുപ്പുള്ള അസ്ഥികൾ ചിതറിക്കിടക്കുന്ന ദൈവത്തിന് സ്തോത്രം. കഴുകന്മാർ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ശബത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാനെ നാടുകടത്തി. സ്തോത്രം. അവിടെ ചെന്നിട്ട് സ്തോത്രം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടാത്തൊരു സ്ഥലം. ആമീൻ. എന്താ പറയുന്നത്? ഒരു പ്രതീക്ഷയില്ലാത്ത മരവിപ്പിക്കുന്ന തണുത്തുള്ള മരണത്തിൻ്റെ ഗന്ധമുള്ള സ്ഥലമാണ്. പാമ്പോസ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ആ പാമ്പോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധകാരം നിറഞ്ഞ സ്ഥലമെന്നാണ്. അത് പിന്നീട് പത്മോസാക്കി മാറി. പത്മോസ് എന്ന് പറഞ്ഞാൽ മരണത്തിന് വേണ്ടി മാത്രം ആൾക്കാരെ അയക്കുന്നൊരു സ്ഥലമായിട്ടത് മാറി. ഒന്ന് ആത്മാവി സ്തോത്രം പറഞ്ഞാട്ട് ആദ്യത്തെ ഇരുള് പിന്നത്തേതിലെ മരണമായി മാറും. സ്തോത്രം. ആമേ ഓർത്തുകൊള്ളണം, ചില പൈശാചിക മണ്ഡലങ്ങൾ ചില കുടുംബത്തിലോട്ട് കയറിയാൽ ഇരുളായിട്ടാണ് കയറുന്നതെങ്കിലും പിന്നീട് അത് മരണമായി മാറും. എന്നാൽ ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയാം, കർത്താവിൻ്റെ കൃപയാൽ രക്തത്താൽ വീണ്ടെടുത്ത് പ്രാപിച്ച ദൈവമക്കളുടെ ഭവനത്തിനകത്ത് ഇത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കകത്ത് കയറിയ ഇരുളിനെ, അന്ധകാരങ്ങളെ യേശു കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് വെട്ടിമാറ്റി ആ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥത തരുവാൻ, ആ കുടുംബങ്ങൾക്കകത്ത് സമാധാനം വരാൻ. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നത് ആമേ സ്തോത്രം. മാനസികമായി ഭാരപ്പെടുന്ന ചില മണ്ഡലങ്ങൾ ആമേ സ്തോത്രം ടാബ്ലറ്റ് എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ചില വിഷയങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആരോ ഈ വചനം കേൾക്കുന്നുണ്ട്. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവിൽ ആരാധിച്ച ചില ബന്ധനങ്ങളെ കർത്താവ് അങ്ങ് അഴിച്ചു മാറ്റും. സ്തോത്രം. ആ കെട്ടുകളെ കർത്താവ് അങ്ങ് അഴിച്ചു മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ മരണഭയങ്ങളെ കർത്താവ് ശാസിക്കും.
ഓ ഹല്ലേലൂയ. ശരീരങ്ങളെ കർത്താവ് സ്വതന്ത്രമാക്കും. യേശുവിൻ്റെ നാമത്തിൽ കൈകളെ കർത്താവ് സ്വതന്ത്രമാക്കും. കാലുകളെ കർത്താവ് സ്വതന്ത്രമാക്കും. ആമേ ശരീരത്തിലെ അവയവങ്ങളെ കർത്താവ് സ്വതന്ത്രമാക്കും. ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുക, ശരീരത്തിൻ്റെ കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. ഓ പ്രബല ഘടക ജനാധികാല അപര ഘടക വന ഘടകര ധുരവന ഘടക ശംഭര ഓ റികല ഘടകര ധുരബല എന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളിപ്പാട് കാണിക്കുന്നത് ആമേ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിക്കളയാൻ പദ്ധതിയിട്ട വ്യക്തി ജീവിതങ്ങളെ ആരോ ദൃഷ്ടി വെച്ച് നിൽക്കുന്ന ഒരു ഇരുളിൻ്റെ വ്യാപാരം. എന്നാൽ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങി വരികയാണ്. ആ വ്യക്തിയുടെ മേൽ യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ സംഭവിക്കുക. ആ കെട്ടിനെ കർത്താവിൻ്റെ ആത്മാ ഇപ്പോൾ അഴിച്ചു മാറ്റുക. ദൈവം നിന്നെ സ്വതന്ത്രമാക്കുക. യെസ്. ഓ ജീസസ്. ഖബാര ഖാര ശബാല ഖാര ദിഖാര ബച്ചാര ബഖാര ദിഖാല റബ. ഓ താങ്ക് യു ജീസസ്. വി പ്രൈസ് യു ഗോഡ്. അന്ധകാര പർവ്വതങ്ങൾ, ആമേൻ ഹല്ലേലൂയ, അന്ധകാര മണ്ഡലങ്ങൾ, ഇരുളിൻ്റെ മണ്ഡലങ്ങൾ, ആമേൻ സ്തോത്രം, മരണത്തിൻ്റെ ശബ്ദങ്ങൾ, ആമേൻ മരണത്തിൻ്റെ മണമുള്ള പത്മോസിനകത്ത് ദൈവശക്തി വെളിപ്പെട്ട് വന്നതുപോലെ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ കാര്യം ചാലിക്കുകയാണ്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം പറയാം, ഏത് പിശാചിൻ്റെ വെല്ലുവിളിയുള്ള സ്ഥലമാണെങ്കിലും, ഏത് ഇരുട്ട് പിടിച്ച സ്ഥലമാണെങ്കിലും ഒരു ദൈവദാസൻ അവിടെ കാര്യം ഊട്ടിയാൽ വിശ്വാസമുണ്ടോ? ആ ഇരുട്ട് സ്തോത്രം അവിടെ ആധിപത്യം പിന്നെ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കാല് ചവിട്ടിയാൽ ആ ഇരുട്ടിൻ്റെ വെല്ലുവിളികളെ കർത്താവ് അഴിച്ചു മാറ്റും. അത് സഹോദരിമാരാകട്ടെ സഹോദരന്മാരാകട്ടെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളോ ആകട്ടെ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടോ? നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടോ? നിങ്ങൾ കാല് ചവിട്ടുന്ന ദേശത്ത് വ്യാപരിക്കുന്ന ഇരുള് പിന്നെ അവിടെ ഇരിക്കാൻ കർത്താവ് അനുവദിക്കത്തിന്മേലും അത് വീടാണെങ്കിലും ദേശമാണെങ്കിലും എന്തുവാണെങ്കിലും നിങ്ങളുടെ കാലെവിടെ ചവിട്ടിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നില്ല കേട്ടോ. ഓ ബൈബിളിൽ പറയുന്ന സിംഹത്തിന്മേലും അണലിന്മേലും നിങ്ങൾ ചവിട്ടും. ആമേ ബാലസിംഹങ്ങളെയും പെരുമ്പാവിനെയും നിങ്ങൾ മെതിച്ച് കളയും. യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ളൊരു അഭിഷേകം തൻ്റെ ജനത്തിനുമേലേക്ക് കർത്താവ് കൈമാറിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ ശരീരങ്ങളിലേക്ക് ആ തീ വ്യാപരിക്കട്ടെ. യെസ്. Chubalaba Kalaraba Shakari Jana Baudar Hasirian Thani Rekania Shahaturiala Bachakari Balaka Sambavaraja Ratchagarambala Ratchagarambala Vailaba Ratuna Vailaba Rigamana Hastara Jubala Vaishavaranthala Adagama Nagaraga Sandala Yohanan ചെന്ന് പത്മോസിൽ ചെന്നപ്പോൾ ആമേ സ്തോത്രം അന്ന് വരെ തുറക്കാത്ത ഒരു വെളിപ്പാടിൻ്റെ കലവറ സ്വർഗം തുറന്നു. കറുത്ത ദിവസത്തിൽ താൻ ആത്മവിവശനായി സ്വർഗീയ ദർശനങ്ങളെ തന്നു. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി, പിശാചിൻ്റെ ഫൈനൽ ഡെസ്റ്റിനി എന്താണെന്ന് എഴുതി വെച്ച പുസ്തകം, അവസാന പുസ്തകം, വെളിപ്പാട് പുസ്തകം എഴുതിയത് ആമേ പട്ടുമെത്തയിൽ കിടന്നുകൊണ്ടല്ല, പത്മോസിൽ കിടന്നുകൊണ്ടാണ്. സ്തോത്രം. അതിൻ്റെ കാരണം എല്ലാം അറിയാമോ? മഹത്വം അവിടേക്ക് ഇറങ്ങി വന്നു. ഉപവാസ പ്രാർത്ഥന ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത് ആമേ നമ്മുടെ പത്മോസിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരണം. പത്മോസ് ഏകാന്തതയാണ്. പത്മോസ് മരം കോച്ചുന്ന തണുപ്പുള്ള സ്ഥലമാണ്. ആമേ പത്മോസ് അസ്ഥികൾ ചിതറിക്കിടക്കുന്ന സ്ഥലമാണ്. പത്മോസ് പ്രത്യാശയില്ലാത്ത സ്ഥലമാണ്. എന്നാൽ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയാം, മഹത്വം അവിടെ ഇറങ്ങി വന്നാൽ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇതൊരു പ്രവചന ദൂത ദൈവാത്മാവ് കൈമാറുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആ താഴ്വരയിൽ, അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ, ഏറ്റവും അധികമായി അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ ആമേ സ്തോത്രം, സ്കെൽറ്റൻ ബന്ധം വിട്ട് കിടന്ന താഴ്വരയ്ക്കകത്ത് ആമേ പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ, അസ്ഥികളോട് പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ, കാറ്റിനോട് പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? വലിയൊരു ഭൂകമ്പമുണ്ടായി. വലിയൊരു ഭൂകമ്പമുണ്ടായി. അടുത്തത് സ്തോത്രം, ഈ അസ്ഥികളോട് ചേർന്നു. ഒരു വെളിപ്പാട് കൈമാറി. അസ്ഥികൾ അസ്ഥിയോട് ചേർന്നു. ആമേ സ്തോത്രം. ത്വക്ക് പൊതിഞ്ഞു, മാംസം വന്നു, ഞരമ്പുകൾ വന്നു. സ്തോത്രം. ആമേ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ കാറ്റ് അവരുടെ മേൽ അടിച്ചു. ആമേൻ. അവരൊരു സൈന്യമായി എഴുന്നേറ്റു. ഒരു സൈന്യമായി എഴുന്നേറ്റു. ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ദൈവമക്കളെ ഒരു സൈന്യമായി ദൈവം എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്.
വിശ്വസിക്കൽ നല്ലവണ്ണമായി കരം പറ്റി അഭിഷേകത്തോടെ ഏറ്റെടുത്താട്ടെ. ഈ ദിവസങ്ങളിൽ ഒരു സൈന്യമായി ഓ അന്യഭാഷ പറയാമെങ്കിൽ അന്യഭാഷ പറഞ്ഞ് തന്നെ ആരാധിച്ചോളണം. രാമൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലമേ ദൈവശക്തി ഇമ്പാർട്ടിങ് ചെയ്യുക. ഓ ആരാധനയിലാണ് കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത്. ആരാധനയിലാണ് ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത്. ആരാധനയിലാണ് നമ്മുടെ ഉറക്കം കെടുക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ കെട്ടുകളെ കർത്താവ് അഴിക്കുന്നത്. മഹത്വം ഉറങ്ങുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഈ TV പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. പുറത്തുനിന്ന് ആൾക്കാർ കൂടുതലും വരുന്നത്. അന്ന് ഒരു ഒത്തിരി വർഷങ്ങൾക്ക് മുൻപാണ്. പ്രാർത്ഥന നടത്തി കുറേ ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് പല ആൾക്കാർ, പല രോഗികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ ഒരു അച്ചായനെ താഴെ വീണു മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. കാര്യം നമ്മളൊരു അന്യ സ്ഥലത്ത് ചെന്നിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ പറയുകയാണ് എന്തോ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. ഞാനൊരു അരമണിക്കൂറോളം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോൾ ഇദ്ദേഹം പയ്യെ എണീറ്റ് കസേരയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, അച്ഛാ എന്തോ പറ്റി എന്ന് ചോദിച്ചു. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു ബന്ധനം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഒരു ബന്ധനം എൻ്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തോ ചെയ്യുന്നത്? ഞാനിവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ്. പക്ഷേ ഞാൻ സർജറി ചെയ്യുമ്പോൾ എൻ്റെ വിരലുകളിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. പുള്ളിയുടെ ഭാഷ എനിക്കറിഞ്ഞുകൂടെ. പുള്ളി പറയുന്നത് പുള്ളി ഏതോ വസ്തു മേടിച്ചപ്പോൾ ആരും ആഭിചാരം ചെയ്താണെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ആ ബന്ധനം കർത്താവ് അഴിച്ചു മാറ്റി. ഞാൻ നല്ലിലയിലാണ്. പാസ്റ്റർ അവിടെ വന്നിട്ടുണ്ട്. ഒരു കുഗ്രാമമാണ് നല്ലില. അദ്ദേഹം കൊല്ലത്ത് വന്നു, ഹോട്ടലിൽ താമസിച്ചിട്ട് അവിടെ വന്നൊരു ആരാധനയൊക്കെ കൂടിയിട്ട് അന്ന് മടങ്ങിപ്പോയത്. അപ്പം ഞാൻ പറയാൻ കാരണം, ഈ ഏത് ബന്ധനവും അഴിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആരാധന. സ്തോത്രം. ഇന്ന് മാത്രമല്ല, എല്ലാ സമയങ്ങളിലും നിങ്ങളൊരു കാര്യം പ്രാപിക്കണമെങ്കിൽ പരിസരം മറന്ന് കർത്താവിനെ ആരാധിച്ചോളണം. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്യുന്ന പ്രിയ സഹോദരൻ, പ്രിയ സിസ്റ്ററെയൊക്കെ ഓർത്ത് ഞാൻ ഭയങ്കര അഭിഷേകത്തിൽ, അവർ വെറുതെ പാടുകയല്ല, എനിക്കതിനകത്ത് അഭിഷേകം ഫീൽ ചെയ്യാനായിട്ട് പറ്റി. ആ പാടിക്കൊണ്ടിരുന്നപ്പോൾ സ്തോത്ര സമർപ്പണ ഗീതമാണെങ്കിലും അതിനകത്ത് ചലിപ്പിക്കുന്നൊരു അഭിഷേകം ഞാൻ അനുഭവിച്ച കാര്യമായി പറയുന്നത്. അവർ രണ്ടുപേരുടെ മേലൊരു അഭിഷേകമുണ്ട്. സ്തോത്രം. പാടുമ്പോൾ മുതൽ ആത്മാവിൽ ആരാധിച്ചോളണം. സ്തോത്രം. ആത്മാവിൽ ദൈവത്തെ അങ്ങനെ നമ്മൾ ആഗ്രഹത്തോടെ ഇരുന്നാൽ ഒരു കാര്യം ഞാൻ വിശ്വാസത്തോടെ, നമ്മൾ പോകുമ്പോൾ ഒരു പുത്തൻ അനുഭവത്തോടെ കർത്താവ് നമ്മളെ മടക്കി വിടും. ഒന്ന് കരമുയർത്തി ഒരിക്കൽ കൂടി അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമൊക്കെ കാര്യം പറയാം. ഫൈനൽ ഡെസ്റ്റിനി ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കയ്യൊപ്പ് ചാർത്തുന്നത് പിശാചല്ല. ബാക്കി നിങ്ങൾ പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം തമ്പുരാനാണ്. സ്തോത്രം. വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്തേക്കണം. ഏത് ഭക്തൻ്റെയും ജീവിതത്തിൽ ഒരു തലേ രാത്രിയുണ്ട്, മറന്നു പോകരുത്. തലേ രാത്രി നിന്നെ തകർക്കാൻ പിശാച് വെച്ചിരിക്കുന്ന പദ്ധതിയുടെ ഒരു തലേ രാത്രിയുണ്ട്. തലേ രാത്രി നിന്നെ മരണത്തിനേൽപ്പിക്കാൻ പിശാച് പദ്ധതിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം വിരലുകൊണ്ടൊരു തലേ രാത്രി എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലൊരു പദ്ധതി നിന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. എൻ്റെ ദൂതനെ ഞാൻ അങ്ങോട്ട് അയക്കുന്ന ഒരു തലേ രാത്രിയുണ്ട്. നീ പോലും അറിയാതെ നിന്റെ കൈയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്ന ഒരു തലേ രാത്രിയുണ്ട്. ഓ ഓ ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തോട് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ കുടുംബങ്ങൾക്കകത്ത് ഒരു തലേ രാത്രിയുടെ അനുഭവം വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം. താക്കോലില്ലാതെ വാതിൽ തുറക്കാതെ ദൈവത്തിൻ്റെ ദൂതൻ എവിടെ ചെന്നു? അറയുടെ അവിടെ ആര് കിടന്നത്? 16 ചേവകന്മാരുടെ നടുവിലാണ് ആര് കിടന്നുറങ്ങുന്നേ? ഈ പത്രോസ് കിടന്നുറങ്ങുന്നത്. 4 ചേവകരെന്നാണ്, 16 പേര് കാണും അല്ലേ പാസ്റ്ററെ? 16 പേര് അവരുടെ മടുവിലാണ് കിടന്നുറങ്ങുന്നത്. സുഖമായിട്ട് പുള്ളി ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ പറയാൻ കാരണം, അകത്ത് ദൂതൻ ചെന്നപ്പം അറയിൽ എന്തുണ്ടായി? വെളിച്ചം. നമ്മൾ വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ട്, എത്ര ഉറങ്ങുന്നവരാണെങ്കിലും മിക്കവാറും ലൈറ്റ് ഇട്ടാൽ എന്ത് ചെയ്യും?
കണ്ണ് തുറക്കും. പക്ഷേ പുള്ളി കണ്ണ് തുറന്നില്ല, അതുപോലെ സുഖമായിട്ട് ഉറങ്ങുകയാണ്. പിന്നെ എപ്പോഴാണ് കണ്ണ് തുറന്ന് വെച്ചാൽ വിലാപ്പുറത്ത് തട്ടി. എല്ലാവരും കൂടി പറഞ്ഞ് എവിടെയാണ് തട്ടിയത്? ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് ഒരു ദൂത് ഞാൻ പറയാം. ദൈവമക്കളെ, ഈ പ്രസംഗിക്കുന്ന എനിക്കും ഈ ബഹുമാനപ്പെട്ട രാജുബോക്കാല പാസ്റ്റർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കും നമുക്കെല്ലാവർക്കും ഒരു വിലാപ്പുറമുണ്ട്. സ്തോത്രം. ഒരു വിലാപ്പുറം നമുക്കുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ നമ്മൾ അനുഭവിച്ച കഷ്ടതകളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച വേദനയുടെ അനുഭവങ്ങൾ, മുറിപ്പാടുകൾ, കഷ്ടതയുടെ, നിരാശയുടെ ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ പറയാറുണ്ട്, വെന്ത് പൊലിച്ച ചോറിൻ്റെ താഴെ എരിഞ്ഞമർന്ന കനലുകളുണ്ട്. ആരും ഈ കനലുകൾ കാണാറില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കഷ്ടത അനുഭവിച്ച ചില പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. ദൂതൻ ഇറങ്ങി തട്ടിയത് എവിടെയാണെന്നറിയാമോ? തോളിലല്ല തട്ടിയത്, തലയിലല്ല, കാലിലല്ല. എവിടെയാ തട്ടിയത്? മുറിഞ്ഞ അതേ സ്ഥലത്താ തട്ടിയത്. സ്തോത്രം. നീ അനുഭവിച്ച വേദനകളെ തലോടാൻ ഒരു ദൂതനെ സ്വർഗ്ഗത്തിലെ ദൈവം അയക്കുന്നുണ്ട്. ഓ ആത്മാവി സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിന്റെ കഷ്ടതകളെ തൊടാൻ ഒരു ദൂതനെ കർത്താവ് അയക്കുന്നുണ്ട്. നിന്റെ വിലാപ്പുറത്ത് തട്ടാൻ ഒരു ദൂതനെ കർത്താവ് അയക്കുന്നുണ്ട്. ആമേൻ. വിലാപ്പുറത്ത് തട്ടി. അതൊത്ത് വിശദീകരിക്കേണ്ട ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ആമേൻ സ്തോത്രം. ആമേൻ പത്രോസിനോട് പറയുക, ആമേൻ നീ ചെരുപ്പിടുക, നിൻ്റെ ആമേൻ പുതപ്പ് നീ പുതക്കുക, അരമുറുക്കുക, നീ എൻ്റെ പിന്നാലെ എന്ത് ചെയ്യുക? വരിക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 1-ാം കാവൽ തുറന്നു, 2-ാം കാവൽ തുറന്നു. പട്ടണത്തിലേക്ക് പോകുന്ന ഇരുമ്പ് വാതിൽ. നിങ്ങൾ പറഞ്ഞ് അറിയാവുന്ന ഭാഗമാണ്. എങ്ങനെ തുറന്നു? എല്ലാവരും കൂടി പറഞ്ഞ് പോരാ. ഇത്രയും ശബ്ദത്തിൽ പറഞ്ഞാൽ പോരാ. ദൂതൻ വന്നാൽ തനിയെ ചില വാതിലുകൾ തുറക്കും. സ്തോത്രം. പട്ടണത്തിലേക്ക് പോകുന്ന ഇരുമ്പ് വാതിൽ എങ്ങനെയാ തുറന്നത്? തനിയെ തുറന്നു, തനിയെ തുറന്നു, തനിയെ തുറന്നു. ദൈവമക്കളെ, ഒരു നിമിഷം ശ്രദ്ധിക്കണേ. നമ്മളിപ്പം വീട്ടിൽ എവിടെയെങ്കിലും നമ്മൾ യാത്ര പോകുകയെന്ന് വിചാരിക്കുക. പോകുന്ന സമയത്ത് വീടിനകത്തൊരു സേഫ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കുന്നതായിട്ടുള്ള ഒരു അൽമാര ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതാദ്യം നമ്മൾ എന്ത് ചെയ്യും? പൂട്ടും. വിലപിടിപ്പുള്ള സാധനം. അത് കഴിഞ്ഞ് ആ റൂം നമ്മൾ പൂട്ടും. 2ാമത്. 3ാമത് പുറത്തേക്ക് പോകുന്ന നമ്മുടെ ലിവിങ് റൂമിലെ വാതിലും പൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകും. തിരിച്ചു വരുമ്പം അച്ഛൻ എങ്ങനെയാണ് തുറക്കുന്നത്? ലിവിങ് റൂമിലെ ആദ്യത്തെ വാതിലാണ് നമ്മൾ അല്ലേ? അങ്ങനെയല്ലേ തുറക്കുന്നത്? അത് അവസാനം നമ്മൾ പൂട്ടുന്നതെങ്കിലും ആദ്യം അതാ തുറക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് മനുഷ്യൻ്റെ പദ്ധതിയാണ്. അവസാനം പൂട്ടിയതിനെ നമ്മൾ മനസ്സിലാക്കുക. ദൂത് ഏറ്റെടുത്ത് ആത്മീയ വെളിപ്പാടാണ് ഞാനീ പറയുന്നത്. അത് മനുഷ്യൻ്റെ പദ്ധതിയാണ്. സ്തോത്രം. അവസാനം പൂട്ടിയതിനെ ആദ്യം തുറക്കും. എന്നാൽ സ്വർഗത്തിലെ ദൂതൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതി എന്നാണെന്നറിയാമോ? സ്തോത്രം. ആത്മാവിൽ ഏറ്റെടുക്കണം. ആദ്യം പൂട്ടിയതിനെ, ആദ്യം അടച്ചതിനെ, യെസ്, ആദ്യം അടച്ചതിനെ അവൻ ആദ്യം തുറക്കും. സ്തോത്രം. നിന്റെ നന്മയെ എവിടെയാണോ അടച്ചത്, നിന്റെ തലമുറയുടെ നന്മയെ എവിടെയാണോ അടച്ചത്, അത് ഏത് അടയ്ക്കാത്താണെങ്കിലും അതിനെ തുറക്കാൻ ദൈവത്തിൻ്റെ ദൂതന്റെ സാന്നിധ്യം. ഈ 4-ാം ദിവസം ഈ ആലയത്തിനകത്ത് വെളിപ്പെടുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ബല ശബല നല്ലവണ്ണം കരമടിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ രാമാന ഖല ബര ഖല ബല ശബല ജീസസ് 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 ജീസസ്. ആത്മാവിൽ സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ, സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ. ഇതിനകത്ത് ആത്മാവിൻ്റെ ഒരു ചൈതന്യം വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. പത്രോസിനെ കെട്ടിയത് ലോകം മൊത്തം അറിഞ്ഞു. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടായിരിക്കും ഇയാളെ തടവിലാക്കിയിട്ട് യഹൂദന്മാരോടെല്ലാം പറഞ്ഞു തരും, നിങ്ങൾ വിഷമിക്കേണ്ട, പെസഹ കഴിഞ്ഞാലുടനെ സ്തോത്രം പത്രോസിൻ്റെ കാര്യം ഞാൻ ഏറ്റു. ഇപ്പം എല്ലാവരും സന്തോഷിച്ചിരിക്കുക. അപ്പം ലോകം മൊത്തം അറിഞ്ഞു. ഈ കയ്യിൽ ചങ്ങലയിട്ടത് ലോകം മൊത്തം അറിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഭവനത്തിനകത്ത് വന്ന ശാപമുണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ? നിന്റെ തലമുറയ്ക്ക് വന്ന വിഷയം, നിന്നെ പരസ്യമായി നിന്നയാക്കിയ അനുഭവങ്ങളുണ്ടല്ലോ, ലോകം മൊത്തം അറിഞ്ഞു. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാം, നിന്റെ ചങ്ങല അഴിഞ്ഞു വീഴുന്നത് മനസ്സിലാകുന്നുള്ളൂ. നിന്റെ കൈ കെട്ടിയ ചങ്ങല അഴിഞ്ഞു വീഴുന്നത് ലോകം പോയിട്ട് നീ പോലും അറിയത്തില്ല. അങ്ങനെ ഒരു വിടുതല സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ മേലേക്ക് അയക്കുന്നത്. യെസ്. ഓ ശബ ഖനാദല ശംബലാദിയാല. യെസ്.
ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഒത്തിരി വേദനിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒത്തിരി കഷ്ടത അനുഭവിച്ചവർ, ഒത്തിരി നിന്ദ അനുഭവിച്ചവർ, ഒത്തിരി പരിഹാസം കേട്ടവർ, ആമേൻ, ഭവനത്തിനകത്ത് കെട്ടപ്പെട്ടവർ. അർത്ഥന ജഗല പ്രവന ഘടക ശംധരാധി അല. നമ്മൾ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുക. യെസ് യെസ്. ഓ എവിടെയാണോ നിന്നെ കെട്ടിയത്, എവിടെയാണോ നിന്നെ ഒതുക്കിയത്, ആപിനകത്ത് ദൈവത്തിൻ്റെ അഗ്നിയുടെ കരം ചലിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഓ ശമന രഗതല ശമന രഗതല ശബല. ഇനി പറയുന്ന ദൂത് എന്നെ ചലിപ്പിച്ചൊരു ദൂതാണ്. സ്തോത്രം. പത്രോസ് ഇതുവരെയും ദൂതൻ്റെ കൂടെ മടന്നിട്ടില്ല. തിരുവല്ലയിൽ ആരെങ്കിലും ഉണ്ടോ ദൂതൻ്റെ കൂടെ മടന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സ്തോത്രം. പക്ഷേ ഇതൊരാദ്യത്തെ ആത്മീയ അനുഭവമാണ്. പാസ്റ്റർ ദൂതൻ്റെ കൂടെ മടക്കുക പത്രോസ്. ഓ, പക്ഷെ പുള്ളി അറിഞ്ഞില്ല, ഒരു സ്വപ്നാവസ്ഥയിലായിരുന്നാണ് പറയുന്നത്. എങ്ങനെ ആകട്ടെ ദൂതൻ്റെ കൂടെ കുറേ സമയം നടക്കാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടിയെന്നറിയാവോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം. ആമേൻ. ഇപ്പം ചങ്ങലയും വിലാപ്പുറം ഒന്നും ഓർക്കുന്നില്ല. സ്തോത്രം. ഓ, ഒരു സ്വപ്ന അവസ്ഥയിലാണ് ഇപ്പം നടക്കുന്നത് പത്രോസ്. ആരുടെ കരം പിടിച്ചല്ല മടക്കുന്നത്? ദൂതൻ്റെ കൂടെ ഇങ്ങനെ മടക്കുക, ദൂതൻ്റെ കൂടെ മടക്കുക. ആഗ്രഹമുണ്ടോ? ആദിമ നൂറ്റാണ്ടിലെ അനുഭവം പോലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത്, മഹത്വത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതനോട് കൂടെ മടക്കുന്നൊരനുഭവം എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട്? അവർ മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യെസ് റാബന ശമൻ. നമ്മൾ പ്രാർത്ഥനയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഒരു ആഗ്രഹം ദൈവമക്കളോട് ഞാൻ പറയാം, ഇതിനകത്ത് തേജസ്സിൻ്റെ ഒരു ശക്തി വ്യാപരിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ മനസ്സും ഹൃദയവും ഏകാഗ്രമായി കർത്താവിലേക്ക് നോക്കണം. സ്തോത്രം. ഇതിനകത്തൊരു ദൈവിക വിടുതൽ പരിശുദ്ധാത്മാവ് കൈമാറും. ആമേൻ. ചിലരെ കർത്താവ് തൊടാൻ വേണ്ടി ആഗ്രഹിക്കുക, ചില രോഗബന്ധനങ്ങളെ അഴിച്ച് കളയാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുക. ഉടമന രഗമന ഹഷസിയാൽ നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാപിച്ചു നിൽക്കുന്ന ഇരുളിൻ്റെ മണ്ഡലങ്ങളെ ആമേ സ്വർഗ്ഗത്തിലെ ദൈവം അഴിച്ചു മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേ അത്ഭുതകരമായ കരം തൻ്റെ ദാസിയുടെ മേൽ തൊട്ട ആമേ ചില പ്രത്യേകമായ വിടുതലുകൾ നൽകി ഉദ്ധരിച്ച് ഞാൻ മടത്തുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. വലിയ ചാക്കുകെട്ടുകൾ ശരീരത്തിനകത്ത് വെക്കുന്നത് പോലെ, വലിയ ഭാരങ്ങൾ ശരീരത്തിൽ കൊണ്ട് ഇടുന്നത് പോലെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന അനുഭവങ്ങളെ ഞാൻ മുറിച്ചു മാറ്റി ഈ ദിവസങ്ങളിൽ സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഞാൻ നൽകിത്തരും. ഹല്ലേലൂയ. കരം ഞാൻ പിടിച്ചിട്ടുണ്ട്, കുലുങ്ങിപ്പോകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ആഴങ്ങൾക്കകത്ത് ആമെ കല്ല് ആമെ പെറുക്കിയെടുത്ത് കരയിൽ നാട്ടിയതുപോലെ യോർദാൻ്റെ ആഴങ്ങളിൽ നിന്ന് ചില കല്ലുകൾ എടുത്ത് കരയിൽ നാട്ടുന്നത് പോലെയുള്ള ചില അനുഭവങ്ങളെ ജീവിതത്തിൽ ഞാൻ വെളിപ്പെടുത്തും. ആഴിയിലൂടെ ആമേൻ വറ്റിച്ചു തന്നെ ജനത്തെ നടത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾക്കകത്തുള്ള ചില മറുപടികൾ എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മ ആലോചനയായിട്ട് ഇടപെടുക. ശക്തമായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. റാമാന ശാന്തരാധിയാല. പിശാചൊരുക്കി വെച്ച അവൻ്റെ പദ്ധതികളെ ഞാൻ പൊളിച്ചു മാറ്റുമെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറഞ്ഞു. ശമന ഘടകരകസ്തരാധിയാല. ഈ ദിവസങ്ങളിൽ എൻ്റെ കരം എങ്ങനെ ചലിക്കുമെന്ന്, ആമേ എൻ്റെ അത്ഭുതത്തിൻ്റെ കരം എങ്ങനെ നീട്ടുമെന്ന് എൻ്റെ ജനം തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ, ആമേ ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ഫലമെന്തെന്ന് അനേകർ കാണത്തക്ക നിലവാരത്തിൽ ഒരത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ ആമേ കരം എൻ്റെ ജനത്തിന്മേൽ നീട്ടുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ഉടാരാവാര ഒരു വ്യക്തിയെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെ ആമേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഈ ദാസിയെ തൊടുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. ശക്തിയോടെ അഭിഷേകത്തോടെ സ്തോത്രം ചെയ്താട്ടെ. അർത്ഥമേതി ഘടകമനാദര ശംഭബാലബലബലവ ശന്തല. ഭവനത്തിനകത്ത് കെട്ടിയ കെട്ടുകൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ അഴിഞ്ഞു മാറുകയാണ്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, വൈകല്യങ്ങൾ, ഭാരങ്ങൾ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഹുറബഖനബന ഹത്തനാദി ഹോ റലഹസ്തനെ ജഗൽഭവാനി ആബല ശാരബാലബാലബല സന്തല. ഞാൻ കൈവിടത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല. അനേകർ കൈവിടും, എന്നാൽ ഞാൻ കൈവിടുന്ന ദൈവമല്ലെന്ന് പരിശുദ്ധാത്മാവ് ആലോചനയായി ഇടപെടുകയാണ്.
ഉടബലക ശമ്പല. ചതഞ്ഞ ഓട് ഞാൻ ഒളിച്ചു കളയുന്ന ദൈവമല്ല, പുകയുന്ന തിരി ഞാൻ കെടുത്തിക്കളയുന്ന ദൈവമല്ല. ഈ ദിവസങ്ങൾ എന്നോട് പറ്റിയിരിക്കട്ടെ. ചില വിഷയങ്ങൾക്കകത്തുള്ള നീക്കുപോക്കുകൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് ചിന്തിക്കും. ദൈവാത്മാവ് പറയുന്നു, എൻ്റെ കരം എൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില തടസ്സങ്ങൾ, ദുഷ്ടം കൊണ്ടുവന്ന ചില വെല്ലുവിളികൾ യേശുവിൻ്റെ നാമത്തിൽ ഉടഞ്ഞു മാറുകയാണ്. അർത്ഥനാ രഗതല ഘടകസ്യാൻ, എൻ്റെ പ്രവൃത്തിയുടെ കരം എൻ്റെ ജനത്തിനു മേൽ ശക്തിയോടെ വെളിപ്പെടും. അഭിഷേകത്തോട് ആ കരം തട്ടി അഭിഷേകത്തോടെ സ്തോത്രം ചെയ്താട്ട് പത്രോസ് പുറത്തു വന്നിരിക്കുകയാണ്. ആമേൻ. ഹെരോദാവിൻ്റെ പ്രതീക്ഷകൾ തകർന്നിരിക്കുക. ഒന്നാം കാവലും രണ്ടാം കാവലും തകർന്നിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇതാ ആമേൻ ആരൊക്കെയോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയോ അഥാ രാജ വൈലാ രാജ ആ കരങ്ങളെ തട്ടി അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഓ ജീസസ് ഉടരമന ഹസ്യാരബല അധിയാല അംദല ജഗൽ ഭവാനക ശംഭേരി അംബല ജല പ്രവാലക ശസ്യാല. ആമെ പ്രതീക്ഷകൾക്കപ്പുറമായി ഒരു ദൈവപ്രവൃത്തി കർത്താവ് അയക്കാൻ വേണ്ടി പോവുകയാണ്. പ്രതീക്ഷകൾക്കപ്പുറമായി ഒരു ദൈവപ്രവൃത്തി, പ്രതീക്ഷകൾക്കപ്പുറമായി. വിശ്വസിക്കുന്നുണ്ടോ? പ്രതീക്ഷകൾക്കപ്പുറമായി. ആമേ ചിലയുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആമേ ദൈവം ചെയ്യാൻ പോകുന്നത്. സ്തോത്രം. ദൈവം ചെയ്യുന്നത് വ്യത്യസ്തമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മൾ പറയുന്നത് പോലെയല്ല ദൈവം പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ല ദൈവം സംസാരിക്കുന്നത്. വ്യത്യസ്തമായി ബ്രദറിനോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. വ്യത്യസ്തമായി ഒരു നിലവാരത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. റേന ഹസ്തന ജഗല, ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക്, അടുത്ത പടിയിലേക്ക് എന്നതുപോലെ ഞാൻ കാര്യം പിടിച്ച് ചില മേഖലകളിലേക്ക് മടത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അന്തര പ്രബന ഘടകസ്യാന, ഒരു പെട്ടകത്തിൻ്റെ ഒരു ഭാഗം ചുമക്കുന്ന ഒരു അനുഭവം പോലെ, ആമീൻ, ആ പെട്ടകവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു അനുഭവം പോലെ ചില യോർദാനുകളെ താണ്ടി എൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞാൻ കണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമെന്ന് ദൈവത്തിൻ്റെ ആത്മാലോചനയായി ഇടപെടുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ കാലുകളെ ബലപ്പെടുത്തും, നരിയാണികളെ ബലപ്പെടുത്തും. എൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ ബുദ്ധിപദേശം നൽകുകയാണ്. കരങ്ങളെ തട്ടി അഭിഷേകത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ആമേ ചിലരെക്കുറിച്ച് വ്യത്യസ്തമായ ചില പദ്ധതികളിലൂടെ പരിശുദ്ധാത്മാവ് മടത്താൻ വേണ്ടി ഇപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ വ്യത്യസ്തമായ റൂട്ടുകളിലൂടെ വ്യത്യസ്തമായ പാതകളിലൂടെ ആമേ ചെങ്കടലും യോർദാനും ഒക്കെ ദൈവം ഒരുക്കിയതാണ്. അത് തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയതാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച വിഷയം പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുവന്നു. ഒരു നിമിഷം ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കൊരു ആത്മനിയോഗം ലഭിച്ചതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. സ്തോത്രം. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ശാരീരികമായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തി പിടിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിന്നാൽ മതി. നിങ്ങളുടെ കരം അവിടെ തന്നെ ഒന്ന് ഉയർത്തി പിടിക്കാമോ? പ്ലീസ് കരം ഉയർത്തി പിടിച്ചാട്ടെ. ഒരു ദൈവനിയോഗം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഞാനിത് പറയുന്നത് ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു വരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടൊന്ന് വരാമോ? വേഗത്തിൽ വരണം. സ്തോത്രം. ഈ കരം ഉയർത്തിപ്പിടിച്ച രോഗികളായി ഭാരപ്പെടുന്നവർ, സഹോദരന്മാർ, സഹോദരിമാർ, നിങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. സ്തോത്രം. റമന ഹസ്തന. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പാടാനായിട്ട് ആമേ അഭിഷിക്തന്മാർ, കർത്താവിൻ്റെ ദാസനും പ്രിയ ദൈവദാസിയും ഉണ്ടല്ലോ, അവർ പാട്ടുപാടും. അതിനു മുൻപ് എല്ലാവരും ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ശക്തമായി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. റേമാന ശക്കരിയ റബന ഹസ്തനി ജഗൽ ഭവാന ഘടകം അർദ്ധന ശബന ഘടക ശന്തല വൈല പ്രവ